من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنا كنا نقعد منها مقاعد للسمع فمن يستمع الآن يجد له شهابا رصدا وأنا لا ندري أشر يريد بمن في الأرض أم أراد بهم ربهم رشدا وأنا منا الصالحون ومنا دون ذلك كنا طرائق قددا وأنا ظننا أن لن نعجز الله في الأرض ولن نعجزه هربا وأنا لما سمعنا الهدى آمنا به فمن يؤمن بربه فلا يخاف بخسا ولا رهقا وأنا منا المسلمون ومنا القاسطون فمن أسلم فأولئك تحروا رشدا وأما القاسطون فكانوا لجهنم حطبا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം സംസാരിച്ച വിഷയങ്ങളിൽ എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. വീണ്ടും ഇനി ആ ഭാഗം ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ തുടർച്ചയായി ബാക്കിയുള്ള പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ജിന്നുകളുടെ ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ്. ജിന്ന് കൂടുക, കൂടിയ ജിന്നിനെ ഇറക്കുക, ജിന്നുകളുടെ വൈവാഹിക ജീവിതം, മനുഷ്യരും ജിന്നുകളും തമ്മിലുള്ള വിവാഹം, ഇങ്ങനെ തുടങ്ങി ചർച്ച ചെയ്യപ്പെടേണ്ട ധാരാളം വിഷയങ്ങളുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരുപക്ഷെ ആകാംക്ഷ കൂടും. അങ്ങനെയുണ്ടോ അല്ലേ? കാരണം ജിന്ന് കൂടുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതിലൊക്കെ കുറെ തട്ടിപ്പും ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പൊ അതിന്റെ യാഥാർത്ഥ്യം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നന്നായി. ജിന്ന് കൂടുന്നതിനെ സംബന്ധിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ വീക്ഷണം എന്താണ്? അങ്ങനെ സംഭവിക്കാമോ? ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ തെളിവ്, പ്രമാണങ്ങൾ? അങ്ങനെ ഒരാൾ ജിന്ന് കൂടിയാൽ അത് ഇറക്കാൻ പറ്റുമോ? അതിന് വല്ല വഴിയുമുണ്ടോ? അതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം ജിന്ന് കൂടുന്നുണ്ടെങ്കിൽ പിന്നെ കൂടിയാൽ ഇറക്കാനുള്ള വഴി കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ? നമ്മുടെ വഹാബി മൗലവിമാര് ജിന്നുണ്ടെന്ന് കണ്ടുപിടിച്ചപ്പോ പിന്നെ വല്ലാതെ അവതാളത്തിനാണ് അവർ ചെന്നുപെട്ടത്. മൗലവിമാരെ അത് സംബന്ധമായി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ അവരുടെ തന്നെ നാവുകളിലൂടെ കേട്ടപ്പോൾ സത്യത്തിൽ നമ്മൾ ചിരിച്ചുപോയി, അല്ലേ? നമ്മുടെ സക്കരിയ സ്വലാഹിയൊക്കെ ജിന്ന് കൂട്ടലിനെ സംബന്ധിച്ചു കൂടിയ ജിന്നിനെ ഇറക്കാൻ വേണ്ടി പെട്ട പാടും ഒക്കെ നമ്മൾ പല സന്ദർഭങ്ങളിലായി കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗമൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പണ്ട് നിഷേധിച്ചിരുന്ന പല കാര്യങ്ങളും നിർബന്ധിത സാഹചര്യത്തിൽ അംഗീകരിക്കേണ്ടി വന്ന ഒരു ചുറ്റുപാടാണ് ഇപ്പോഴുള്ളത്. അവർക്കതൊരു വിഷയമില്ല. കാരണം ഇന്നലെ അംഗീകരിച്ചിരുന്നത് ഇന്ന് നിഷേധിക്കാം, ഇന്നലെ നിഷേധിച്ചിരുന്നത് ഇന്ന് അംഗീകരിക്കാം. ഇന്നലത്തെ ശരിക്കും തൗഹീദാകാം, ഇന്നത്തെ തൗഹീദ് നാളെ ശിർക്കാകാം. പൂർവ്വരായ മഹത്തുക്കൾ അത് സംബന്ധമായി എന്ന് പറഞ്ഞു. അതാണ് നാം നോക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. തദടിസ്ഥാനത്തിൽ ചില വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ സംസാരിക്കുന്ന വിഷയം പൂർണ്ണമാണ് എന്ന് ആരും കരുതുന്നു. ഇതിന്റെ അഗാധങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വിശദമായ പഠനം നടത്തിയാൽ എത്രയോ ദിവസങ്ങൾ ഒരുപക്ഷെ പറയേണ്ടി വരും. അതിന് തികച്ചും ഞാൻ അശക്തനാണ്. അതുകൊണ്ട് തന്നെ അതാണ് ആദ്യം സൂചിപ്പിച്ചത്. എന്റെ അറിവിൽപ്പെട്ട ചില വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ചെറിയ ഒരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ വിഷയങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കൂടുതൽ
സംബന്ധമായി അറിയണമെന്ന് അങ്ങനെ ഉണ്ടാകുന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വീക്ഷണം ജിന്ന്, പിശാച് ഇത് രണ്ടും മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാനും ദുർബോധനങ്ങൾ നടത്താനും കഴിയുമെന്നുള്ളതാണ്. ജിന്ന്, പിശാച് ആരാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ജിന്നുകളിൽപ്പെട്ട അവിശ്വാസികളായ, മർക്കടമുഷ്ടിക്കാരായ, തനിച്ച നിഷേധികളായ വിഭാഗത്തിൽ പറയുന്ന പേരാണ് ഷൈത്താൻ. രണ്ടും ഒരു വർഗം തന്നെ. അപ്പോ ജിന്ന്, ഷൈത്താൻ ഇത് രണ്ടിലും അഥവാ നല്ലവരായാലും മോശക്കാരായാലും അവർക്ക് എന്ത് ചെയ്യാം? മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാനും അതോടൊപ്പം ഷൈത്താന്മാർക്ക്, പിശാചുക്കൾക്ക് മനുഷ്യരിൽ ദുർബോധനം നടത്താനും കഴിയുമെന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വീക്ഷണം. ജിന്നുകളെ നിഷേധിച്ചിരുന്ന മുഅ്തസിലത്ത് അവരെ സത്യത്തിൽ ഈ വിഷയത്തിലും എതിർപക്ഷത്താണുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്നതാണ്. എന്താണ് അവര് അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയാൻ അവരുടെ ന്യായം എന്താണ്? ജിന്നുകൾക്ക് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പറയുന്നവർ അവർ ഉദ്ധരിക്കുന്ന അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന ന്യായങ്ങൾ ഇനി പറയാൻ പോകുന്നവയാണ്. പിശാച് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് അസംഭവ്യമായ ഒരു കാര്യമാണ്. കാരണം അങ്ങനെ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിന്റെ ഉള്ളിൽ മറ്റൊന്ന് പ്രവേശിക്കുകയാണല്ലോ. ഇപ്പൊ മലമ്പാമ്പ് കോഴിയെ വിഴുങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മലമ്പാമ്പ് ചിലപ്പോൾ മനുഷ്യനെ തന്നെ വിഴുങ്ങുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആടിനെ വിഴുങ്ങുന്നത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം. അപ്പോ ഒന്നിന്റെ ഉള്ളിലേക്ക് മറ്റൊന്ന് കടക്കുമ്പോൾ സ്വാഭാവികമായും ഈ പുറത്തുള്ള സാധനം വല്ലാതെ വീർക്കും, അല്ലെ? അപ്പൊ മനുഷ്യ ശരീരത്തിൽ പിശാച് കിടക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരം വല്ലാതെ വീർത്ത് വികസിക്കേണ്ടി വരും. അല്ലേ? പിശാച് മനുഷ്യരുടെ ഉള്ളിൽ കിടക്കുക എന്ന് പറഞ്ഞാല് സ്വാഭാവികമായും ഈ സാധനം മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ അവരുടെ സഞ്ചാരപഥം വികസിക്കും. അപ്പൊ മനുഷ്യ ശരീരം ഓവറായി വികസിക്കേണ്ടി വരും. അത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കും. അപ്പൊ പിന്നെ മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ ഈ ഷൈത്താൻ കടക്കുക എന്ന് പറഞ്ഞാൽ അത് അസംഭവ്യമാണ്. അങ്ങനെ ആർക്കും അനുഭവപ്പെട്ടതായി കണ്ടിട്ടില്ല. ഒന്നിന്റെ ഉള്ളിൽ മറ്റൊന്ന് പ്രവേശിക്കുക. എന്തിനധികം ഒരു ചേര തവളയെ വിഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം. ഇത് കുറെ നേരത്തെ ഇവർക്ക് അനക്കം ഉണ്ടാവില്ല, അല്ലേ? ഇതിങ്ങനെ വല്ലാതെ വീർത്ത് കുറെ നേരം ഇങ്ങനെ മസ്തരിച്ച് കിടക്കും. എന്നതുപോലെ മനുഷ്യന്റെ ഉള്ളിൽ പിശാചൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യ ശരീരം വല്ലാതെ വീർക്കും. കാരണം ഒരു പദാർത്ഥം മറ്റൊന്നിന്റെ ഉള്ളിൽ പ്രവേശിക്കുകയാണ്. അപ്പൊ അത് ഒരു സംഭവ്യമായ കാര്യമല്ല എന്നാണ് ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ പറയുന്നത്. ഒന്നാമത്തെ ന്യായം. രണ്ടാമത് അവർ പറയുന്നത് പിശാച് എന്ന് പറയുന്നത് വിശ്വാസികളുടെ ശത്രുവാണ്, അല്ലേ? ഖുർആൻ പറഞ്ഞില്ലേ, ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. നിങ്ങൾ മനുഷ്യരെ ഒരിക്കലും നിങ്ങൾ പിശാചിന് വഴിപ്പെടരുത്, അവനെ ആരാധിക്കരുത്, അവൻ വ്യക്തമായ ശത്രുവാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ പ്രത്യേകിച്ച് മതചിട്ടയിൽ ജീവിക്കുന്ന മതത്തിന്റെ വക്താക്കളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പിശാച് അവന്റെ ഒന്നാം നമ്പർ ശത്രുവാണ്. അതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ അങ്ങനെ നമ്മളോട് കഠിന ശത്രുത പുലർത്തുന്ന ഈ പിശാചിന് മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ കയറാൻ കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പിശാച് നമ്മളെ വെറുതെ വിടുവോ? അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ പിശാചിനെ നമ്മുടെ ഉള്ളിൽ കയറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവന്റെ ഒന്നാം നമ്പർ ശത്രുക്കളായ ഏതെങ്കിലും തെമ്മാടികളോ പോക്കിരികളോ കള്ളുകുടിയന്മാരോ അല്ലെങ്കിൽ പിന്നെ ഓൺലൈൻ പെൺവാണിഭത്തിന്റെ വക്താക്കളോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കാം. ഇന്നിപ്പോ ഒരു പുതിയ റിപ്പോർട്ടുകൾ കണ്ടോ? സത്യത്തിൽ ഞാനിങ്ങനെ ചിരിച്ചുപോയി. കൂട്ടത്തിലെന്ന് പറയാട്ടെ, വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല. നമ്മുടെ ഓൺലൈൻ പെൺവാണിഭത്തിന്റെ വക്താക്കൾ പഴയ ചുംബനത്തിന്റെ ആളുകളുണ്ടല്ലോ, അങ്ങാടിയിൽ ചെന്ന് പരസ്യമായി ചുംബിച്ച് സമരം നടത്തി അതിങ്ങനെ വല്ലാതെ കൊട്ടിഘോഷിച്ച് ഒരു പുതിയ സംസ്കാരത്തിന്റെ വക്താക്കളായി രംഗത്ത് വന്ന ഈശ്വർ പശുപാലൻ, ഒരു പശുവിന്റെ പാലൻ തന്നെ, സംഗതി പശുവാണ്, ഇത് പശുവാണ്. അവന്റെ ഭാര്യയാണ് രശ്മി എന്ന് പറയുന്നവര്. അവളൊന്ന് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ പുതിയ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. എന്താണ്? പശുപാലൻ തന്നെ നിർബന്ധിച്ച് മറ്റുള്ളവർക്ക് കാഴ്ച വെച്ചുകൊണ്ട് ശരിക്കും ചിന്തിക്കണം. ഈ സാധനം തന്നെയാണ് പബ്ലിക്കായി എറണാകുളം മറൈൻ ഡ്രൈവിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ആലിംഗനം ചെയ്ത് യാതൊരു വിലക്കുമില്ലാത്ത സ്വതന്ത്രമായ ലോകത്തേക്ക് മറ്റുള്ളവരെ മാടി വിളിച്ച പ്രതിയിൽ ഒരാളാണ് ഈ പറയപ്പെട്ട പെണ്ണ്, അല്ലേ? അവിടെ നാണം കെട്ട ഉളുപ്പില്ലാത്ത ഈ ഒരു
സമരമുറ അല്ലെങ്കിൽ ഈ ഒരു സംസ്കാരം ചീഞ്ഞുമാറിയ ഒരു ആഭാസത്തരം അതിന് പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുത്തു. അന്നൊന്നും ഇത് പറഞ്ഞില്ല. എന്നിട്ട് ഇപ്പോ സുഹൃത്തുക്കളെ അവസാനം എന്നിട്ട് പറയാണ് പോലീസ് പിടിയിലാകുമെന്ന് ഞങ്ങൾ ഇതുവരെ കരുതിയിരുന്നില്ല. അപ്പൊ പോലീസ് പിടിയിലായില്ലെങ്കിൽ തങ്ങളുടെ ഉള്ളിൽ മറച്ചു വെച്ചിരിക്കുന്ന എന്തൊക്കെയോ ഗൂഢ അജണ്ടകൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും പേര് പറഞ്ഞിട്ട് സമൂഹത്തിൽ നടപ്പിൽ വരുത്താം, അല്ലെങ്കിൽ അതിലൂടെ കോടികൾ സമ്പാദിക്കാമെന്നായിരുന്നു ഇവരുടെ വ്യാമോഹം. ഇപ്പൊ പോലീസ് പിടിയിലായപ്പോ പറയുന്നു എന്നെ ഈശ്വർ പശുപാലൻ അഥവാ എന്റെ ഭർത്താവ്, ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഭാഷയിൽ ഭർത്താവ് നിർബന്ധിച്ച് മറ്റുള്ളവർക്ക് കാഴ്ചവെച്ചു. ഇവനെയൊക്കെ മനുഷ്യനെന്ന് പറയാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. സത്യത്തിൽ നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ചുംബന സമരം ഉണ്ടായപ്പോൾ നമ്മുടെ ചാനലുകാർ ചർച്ച നടത്തിയിട്ട് അവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്ത കൂട്ടത്തിലാണ്. എന്തിനാണ് അവരെ തടയുന്നത്? ഇപ്പൊ കണ്ടില്ലേ കോഴിക്കോട് ഫറൂഖ് കോളേജിൽ ആണിനും പെണ്ണിനും ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്നത്രേ. ആണും പെണ്ണും ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കാന്ന് പറഞ്ഞാൽ 2 വയസ്സും 3 വയസ്സും 4 വയസ്സുള്ള കൊച്ചുകുട്ടികളൊന്നുമല്ല. അത്യാവശ്യം താടി മുടിയൊക്കെ നീണ്ട മനുഷ്യന്മാരും ഒരു ബെഞ്ചിൽ അപ്പുറം ഇപ്പുറം ഇരുന്ന് പഠിക്കണം. എന്നിട്ട് അത് ശരിയല്ല, അത് നമ്മുടെ സംസ്കാരത്തിന് നിരക്കുന്നതല്ല, ആ ഒരു സംസ്കാരത്തോട് സമ്പ്രദായത്തോട് യോജിപ്പില്ല എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അയാളൊരു പഴഞ്ചൻ, അയാളൊരു താലിബാനിസം ഉണ്ടാക്കുന്നയാൾ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ ആരാ പ്രചരിപ്പിക്കുന്നത്? നമ്മുടെ നാട്ടിലെ ചാനലുകാർ. പ്രായപൂർത്തിയെത്തിയ ആണും പെണ്ണും ഒരു ബെഞ്ചിലിരുന്ന് ഒരു മിക്സഡ് ക്ലാസിനെ കുറിച്ചല്ല പറയുന്നത്. മിക്സഡ് ക്ലാസ്സിൽ ഒരുപക്ഷെ അപ്പുറത്തെ സൈഡിൽ പെൺകുട്ടികളുണ്ടാവും, ഇപ്പുറത്ത് ആണുങ്ങളുണ്ടാവും. ഇരിക്കട്ടെ, സമ്മതിച്ചു കൊടുക്കാം. ഇതൊരു ബെഞ്ചിന് ഇടകലർന്ന് ഒരു പെണ്ണ് പിന്നെ ഒരു പുരുഷൻ, പിന്നെ ഒരു പെണ്ണ് പിന്നെ ഒരു പുരുഷൻ. എന്താ സുഖത്തെ പഠിക്കാൻ പോണതാണ്, പഠിക്കാൻ. അപ്പൊ അത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല, അതിനോട് യോജിപ്പില്ല എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അയാൾ താലിബാനിസം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നയാള്, അയാൾ ഏതോ ലോകത്ത് ജീവിക്കേണ്ട ഒരു പഴഞ്ചൻ സംസ്കാരത്തിന്റെ വക്താവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ചാനലുകാർ ഈ ചർച്ചകൾ പ്രതികരിക്കുന്നത്, പുരോഗമിപ്പിക്കുന്നത്. ഇവരാണ് മറുപടി പറയേണ്ടത്. ഇവരാണ് മറുപടി പറയേണ്ടത്. പരസ്യമായ ചുംബന സമരത്തെ പിന്തുണക്കുകയും സ്ത്രീ സമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പേരിൽ അതിനാവശ്യമായ ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ഞങ്ങൾ അതിനെ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. അതിൽ ഡിവൈഎഫ്ഐ ഉണ്ട്, യൂത്ത് കോൺഗ്രസും ഉണ്ട്. അവരാണ് ഇതിന് മറുപടി പറയേണ്ടത്. വെറും ഒരു ഈശ്വരൻ പശുപാലനും ഒരു രശ്മിയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമല്ല, ഇവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്ത സംസ്കാരത്തിന്റെയും സമത്വത്തിന്റെയും പുരോഗമനത്തിന്റെയും പേര് പറഞ്ഞ് ഇതിനെ പിന്തുണച്ച ആരൊക്കെയുണ്ടോ അവരൊക്കെ ഇതിന് മറുപടി പറയേണ്ടവരാണ്. ഇനിയെങ്കിലും ഇവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ആളുകളുടെ ഉള്ളിലിരിപ്പ് അജണ്ട എന്താണ് എന്ന് സമൂഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായി പ്രതിരോധിക്കേണ്ടത്, അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ ധൈര്യസമേതം പറയണം. അതിന് എന്ത് പേര് വിളിച്ചാലും കൊള്ളാം. എന്റെ പ്രായപൂർത്തിയായ മകള് ഒരു അന്യപുരുഷന്റെ കൂടെ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അത് അവളുടെ സുരക്ഷിതത്വത്തിന് നിരക്കുന്നതല്ല എന്ന് പറയാൻ ഒരു രക്ഷിതാവ് ധൈര്യം കാണിക്കണം. അത് പറയുന്നൊരു കാരണം അഭിപ്രായം തുറന്നു കിടന്നവരുടെ നാവടക്കാനുള്ള ഒരുതരം ഹീനമായ ശ്രമമാണ് ഇത്തരത്തിലുള്ള കമന്റുകളിലൂടെ പുറത്തു വരുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇരിക്കട്ടെ. അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ പിന്നാലെ പിന്നെ പിശാച് അവന്റെ ഉള്ളിലൊന്നും കയറണമെന്നില്ല. ഇപ്പുറത്ത് നിന്ന് പ്രവർത്തിച്ചാലും പിശാചിന്റെ കാര്യം നടക്കും. പക്ഷേ മതചിട്ടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ 1-ാം നമ്പർ ശത്രുവാണ് പിശാച്. അതാണ് നമ്മുടെ വിഷയം. ഷൈത്വാനി അല്ലേ, വലിയ ശത്രുതയുണ്ട്. അപ്പൊ അത്തരം ഒരു പിശാച് അവന്റെ 1-ാം നമ്പർ ശത്രുവായി കാണുന്ന മതചിട്ടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ കയറാൻ പിശാചിന് സാധിക്കുമെന്നുണ്ടെങ്കിൽ പിശാച് പിന്നെ അവരെ വെറുതെ വിടുകയോ? ഉള്ളിൽ കയറിയിട്ട് കുടലും പണ്ടവും വരെ പുറത്തെടുക്കൂലേ പറിച്ചിട്ട്? ഒന്ന് ആലോചിച്ച് നോക്കുന്ന സുഹൃത്തുക്കളെ, അല്ലെ? ന്യായമുണ്ട്, വെറുതെ പറയാൻ പറ്റൂലോ. ന്യായമുണ്ട്. നമ്മുടെയൊക്കെ ഉള്ളിൽ പിശാചിന് കയറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ പിശാച് മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിലുള്ള അവയവങ്ങൾ പോലും കുറച്ച് നുറുക്കിയെടുക്കൂലേ? അവരെ കൂടുതൽ ശല്യം ചെയ്യേണ്ടതല്ലേ? അങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പിശാച് മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ കിടക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. 2-ാമത്തെ ന്യായം. 3-ാമത്, പിശാച് തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് നമ്മൾ പറഞ്ഞല്ലേ. ഖലഖൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. മനുഷ്യനെ സൃഷ്ടിച്ചത് കുട്ടിയാൽ ശബ്ദം കേൾക്കുന്ന കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതേ സമയത്ത് പിശാചിനെ സൃഷ്ടിച്ചതോ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു, പിശാചിനെ സൃഷ്ടിച്ചത് സുഹൃത്തുക്കളെ എന്തിൽ നിന്നാണ്? വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ. അല്ലേ?
തീയിന്റെ ആളനിൽ നിന്ന്, പുകയില്ലാത്ത ആളനിൽ നിന്നാണ് ജിന്നിനെ സൃഷ്ടിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ സാധനം സുബ്ഹാനല്ലാഹ് മനുഷ്യ ശരീരത്തിൽ കയറിയാൽ തീക്കട്ട വീഴിയാൽ എന്താ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. തീക്കട്ട എടുത്ത് മനുഷ്യന്റെ ഉള്ളിലേക്ക് വായിലേക്ക് ഇട്ടാൽ എന്തായിരിക്കും അവസ്ഥ? മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ചെറുപ്പത്തില് സുഹൃത്തുക്കളെ ഫറോവയുടെ കൊട്ടാരത്തിൽ വളരുമ്പോ മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഫറോവയുടെ മടിയിൽ നിന്ന് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഫറോവയുടെ നീണ്ട താടിയിൽ പിടിച്ചൊരു വലിയ മൂസാ നബി, ചെറിയ കുട്ടിയാണ്, വലിച്ചപ്പോ ഫറോവക്ക് നല്ലപോലെ നൊന്ത്. മൂസാ നബി അറിഞ്ഞിട്ട് നോയിച്ചാണെന്നോ അറിയില്ല. എടാ ശൈത്താനെ പഹയ, നിന്നെ ഞാൻ കണ്ടോളാന്നുള്ള എനിക്ക് നല്ലൊരു വലി വലിച്ചു. അപ്പോ നേരത്തെ തന്നെ ഈ കുട്ടിയുടെ ജന്മത്തിന് സംശയമുള്ള, അഥവാ ഇവൻ ഇസ്രായേൽ സന്തതികളിൽപ്പെട്ടവനാണെങ്കിൽ എന്റെ നാശത്തിന് കാരണമാകുമല്ലോ എന്ന് പേടിയുള്ള ഫറോവക്ക് താടിക്ക് ഇവർ പിടിച്ച് വലിച്ചപ്പോ ഒന്നുകൂടി ദേഷ്യമായി. എടാ എന്റെ ചോറിൽ നിന്ന് എന്റെ മടിയിൽ നിന്നിട്ട് എന്റെ താടിക്ക് പിടിച്ച് വലിക്കുക, ഇതിനെ ഞാൻ ഇപ്പൊ കൊല്ലുന്നതായി ഫറോവ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ബീവി ആസിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ല ഭർത്താവ് നിങ്ങൾ എന്തായി പറയുന്നത്? ഒരു ചെറിയ കുട്ടി, വിവേകമില്ലാത്ത ഒരു കുട്ടി താടിക്ക് പിടിച്ചു വലിച്ചു എന്ന് പറഞ്ഞിട്ട് അവനെ കൊല്ലുകയാണ്. മനഃപൂർവ്വം ചെയ്യുന്ന ആരെങ്കിലും പറയും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്കൊരു പരീക്ഷണം നടത്താം. എന്റെ അഭിപ്രായത്തിൽ അവൻ താടിക്ക് പിടിച്ചു വലിച്ചത് ചെറിയ കുട്ടിയാണ്, വിവേകമില്ലാത്തത് കൊണ്ടാണ്, അറിയാത്തത് കൊണ്ടാണ്. നമുക്കൊരു ചെറിയ കാര്യം ചെയ്യാം. ഈ കുട്ടി അറിഞ്ഞുകൊണ്ടാണോ അത് ചെയ്യുന്നത്, അവന് വിവേകമുണ്ടോ ഇല്ലേ എന്നറിയാൻ ഒരു ചെറിയ പരീക്ഷണം. രണ്ട് പാത്രത്തിൽ, ഒരു പാത്രത്തിൽ സ്വർണ്ണക്കട്ടി, നല്ല മഞ്ഞ കളറാണല്ലോ അല്ലെ, അതേ കളറുള്ള തീയുടെ കട്ട മറ്റൊരു പാത്രത്തിൽ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കാം. ഇവർ ബോധപൂർവമാണ് ചെയ്തതെങ്കിൽ എന്താണ്? കൈകൊള്ളാത്ത സ്വർണ്ണക്കട്ടി എടുക്കുന്നു, തീയിലേക്ക് അടുക്കുക പോലില്ല, കാരണം തൊട്ടാ കൈകൊള്ളുന്ന അവനറിയാലോ. അങ്ങനെ രണ്ടും വെച്ചു കൊടുത്തു. മൂസാ നബി അലൈഹിസ്സലാം ആദ്യം ഈ മഞ്ഞ കളറുള്ള സ്വർണ്ണക്കട്ടിയുടെ ഭാഗത്തേക്ക് കൈ പോയി എന്നാണ്. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം അത് തട്ടിക്കളഞ്ഞു. കാരണം ജീവൻ ഭീഷണിയാവുന്ന ഒരു കാര്യമാണ്. അഥവാ സ്വർണ്ണക്കട്ടയെങ്ങാനും എടുത്താൽ പിന്നെ ഫറോ വെറുതെ വെച്ചേക്കോ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ചെയ്തു, ആ തീക്കട്ട എടുത്ത് പതുക്കെ നാവിലേക്ക് അങ്ങ് വെച്ചു. ഏയ് കുട്ടികൾ അങ്ങനെയല്ല, ചെറിയ കുട്ടികൾ എന്ത് കിട്ടിയാലും എടുത്ത് വായിലോട്ട് വെക്കും. അതിന് തീട്ടക്കണ്ടിയാലും കുഴപ്പമില്ല അല്ലേ? എന്തെടുത്ത് വായി വെക്കുന്ന ഒരു സ്വഭാവമാണ് ചെറിയ കുട്ടികൾക്ക്, അവർക്കറിയില്ല. അപ്പോ മൂസാ നബി അലൈഹിസ്സലാം പ്രിയപ്പെട്ടവരെ ആ തീക്കട്ടയെടുത്ത് വായിലേക്ക് വെച്ചു, നാവിൽ വെച്ചു. നാവ് പൊള്ളി. അതുകൊണ്ടാണ് നാവിനൊരു ചെറിയ ായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. പ്രബോധനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, റബ്ബി ശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എന്റെ ഹൃദയം വിശാലമാക്കി തരണേ അല്ലാഹ്, എന്റെ കാര്യം നീ എളുപ്പമാക്കി തരണേ നാഥ. എന്റെ നാവിന്റെ കെട്ടിൽ ഒരു കൊഞ്ഞ, സംസാരിക്കാൻ വേണ്ടത്ര സാമർഥ്യം പോരാ, സംസാരിക്കുമ്പോൾ കൊഞ്ഞയുണ്ട്, അത് നീ മാറ്റിത്തരണം. നാവിന്റെ കെട്ട് നീ അഴിച്ചു തരണേ. ആ കെട്ട് വരാൻ കാരണം ഇല്ല, മനസ്സിലായിരിക്കട്ടെ, അതാണ് അവസ്ഥ. അപ്പൊ അങ്ങനത്തെ ഈ തീക്കട്ട, തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ പിശാച് അങ്ങനെ തന്നെ മനുഷ്യന്റെ ഉള്ളിൽ കയറുക എന്ന് പറഞ്ഞാല് പിന്നെ എന്തായിരിക്കും അവസ്ഥ? മനുഷ്യൻ ഇവിടെ നിൽക്കാൻ പറ്റുമോ? എരിപരി കൊള്ളൂലേ, അവൻ കിടന്ന് ചാടൂലേ തീക്കട്ട ഉള്ളിൽ ചെന്നാൽ? അപ്പൊ പിന്നെ എന്തായി പറയുന്നത്? തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട പിശാച് ശൈത്വാന് മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ അതെങ്ങനെയായും ഉൾക്കൊള്ളാൻ കഴിയില്ല. എങ്ങനെയാലും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത്തരം ന്യായങ്ങളാണ് ആര് പറയുന്നത്? മനുഷ്യ ശരീരത്തിൽ പിശാച് പ്രവേശിക്കുകയില്ല എന്ന് വാദമുള്ള മുഅ്തസിലിയാക്കളുടെ ന്യായങ്ങളാണ്. സ്വാഭാവികം. അതിന് മറുപടിയുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം തീർച്ചയായും മനുഷ്യ ശരീരത്തിൽ അവർക്ക് പ്രവേശിക്കാൻ കഴിയും. പിശാചുക്കൾക്ക് ജിന്നിന് പ്രവേശിക്കാൻ കഴിയും. കാരണം എന്താ? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ജിന്ന് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ജിന്ന് എന്ന് പറഞ്ഞാല് ശൈത്താൻ, ജിന്ന് അവരുടെ സൃഷ്ടിപ്പിന്റെ, അവരുടെ ആ യാഥാർത്ഥ്യം, അതിന്റെ ഹഖീഖത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. എന്താണ് പറഞ്ഞത്? അൽ ജിന്നു അജ്സാമുൻ ഹവായിയത്തുൻ ഔ നാരിയ أي يغلب عليهم ذلك فهم مركبون من العناصر الأربعة كالملائكة على قول، وقيل أرواح مجرة، وقيل نفوس بشرية مفارقة من أبدانها. സുഹൃത്തുക്കളെ, എന്താ പറഞ്ഞത്? ജിന്നുകള്, പിശാചുക്കള് അവർ പദാർത്ഥങ്ങളിൽ നിന്ന് മുക്തമായ ആത്മാക്കളാണ് എന്നൊരു വീക്ഷണം. അല്ലെങ്കിൽ അജ്സാമുൻ ഹവായിയ,
ഹവായിയ, ഒരു പദാർത്ഥമില്ലാത്ത വായു അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ അവസ്ഥയിലുള്ള സൃഷ്ടികളാണ് ആര്? ജിന്നുകൾ. അപ്പൊ പ്രകാശം മനുഷ്യ ശരീരത്തിന് ഉള്ളിലൂടെ കടക്കും അല്ലെ? ഇപ്പൊ നമ്മൾ എക്സ്റേ എടുക്കാറുണ്ട്. ലേസർ രശ്മികൾ അടച്ചുവിട്ടിട്ടാണ് ശരീരത്തിലുള്ള ആന്തരികമായ അവയവങ്ങൾ കണ്ടുപിടിക്കുന്നത്, പ്രശ്നങ്ങൾ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പോ അത്തരം പദാർത്ഥങ്ങളിൽ മുക്തമായ ആത്മാക്കളാണ്. അതുപോലെ പ്രകാശം പോലെ വായു പോലെയുള്ള നേരിയ ശരീരപ്രകൃതിയുള്ളവരാണ്. അങ്ങനെയാണ് അവരെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത്തരം ഒരു അവസ്ഥയിലുള്ള ജീവികളായ ജിന്നുകൾക്ക് ശൈത്വാന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തടിച്ചു വീഴ്ക്കേണ്ട കാര്യമൊന്നും വരില്ല. മനുഷ്യ ശരീരത്തിന് ഒരു പുറമെ നോക്കിയാൽ ഒരു പോറലും ഏൽക്കൂല. മനസ്സിലായില്ലേ? ആദ്യത്തെ ന്യായം എന്താ? മനുഷ്യ ശരീരത്തിൽ പിശാച് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് അസംഭവമാണ്. കാരണം ഒരു പദാർത്ഥത്തിന്റെ ഉള്ളിൽ മറ്റൊരു പദാർത്ഥം പ്രവേശിക്കുമ്പോൾ അതിന്റെ സഞ്ചാരപഥം വികസിക്കും, മനുഷ്യ ശരീരത്തിന് വീക്കമുണ്ടാകും, കോട്ടമുണ്ടാകും എന്നൊക്കെയാണ് പറഞ്ഞത്. അത്തരമൊരു സാഹചര്യമല്ല. ജിന്നുകളുടെ സിദ്ധിക്ക് അതിന്റെ പ്രകൃതി മറ്റൊന്നാണ്. അഥവാ പദാർത്ഥങ്ങളിൽ നിന്ന് മുക്തമായ ആത്മാക്കളാണ് എന്നൊരു വീക്ഷണം. അല്ലെങ്കിലോ വായു പോലെ പ്രകാശം പോലെയുള്ള വളരെ നേരിയ ാണ് ജിന്നുകൾ. ഒന്നാമത്തെ ന്യായത്തിന് സംശയത്തിന് മറുപടി. രണ്ടാമത് പറഞ്ഞ എന്താ സുഹൃത്തുക്കളെ? പിശാചിനും മതത്തിന്റെ വക്താക്കൾക്കുമിടയിൽ വലിയ ശത്രുതയാണുള്ളത്. അങ്ങനെ പിശാചിന് മനുഷ്യ ശരീരത്തിൽ കടക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഇവർ മനുഷ്യ ശരീരത്തിൽ കയറിയിട്ട് വല്ലാതെ ഇടങ്ങേറുണ്ടാക്കൂലേ, കൂടുതൽ ശല്യം ചെയ്യൂലേ എന്നാ. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണെന്നറിയോ കാരണം? അതിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? മനുഷ്യന്മാരിലെ പണ്ഡിതന്മാർ, നല്ല മനുഷ്യന്മാർ, സ്വാലിഹീങ്ങൾ, അല്ലാഹു തആല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മുഖ്ലിസീങ്ങളായ സജ്ജനങ്ങളായ എന്റെ അടിമകളെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിശാചിപ്പ് നമ്മള് വീടുകളിൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. കാരണം ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത വീടുകൾ അതെന്താണ്? ബൈത്തുൽ ഖരീബുൻ, അത് ശൂന്യമായ ഭവനങ്ങളാണ്. അവിടെ പിശാച് പെട്ടെന്ന് കടന്നു കയറും. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ പുറത്തുപോയി വന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം വീടിനകത്തേക്ക് കയറേണ്ടത്. അതുവരെയും നിന്റെ കൂടെ പിശാച് ഉണ്ടാകും. ബിസ്മി ചൊല്ലി അകത്തേക്ക് കടന്നാൽ പിശാച് അവിടെ നിന്ന് മാറി നിൽക്കും. കണ്ടോ? ഇല്ലെങ്കിലോ നിന്റെ കൂടെ പിശാച് അകത്ത്. ഭാര്യാഭർത്താക്കന്മാര് സ്ത്രീ പുരുഷ ബന്ധ സമ്പർക്കം പുലർത്തുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ വജന്നിബി ശൈത്വാന ഫീമാ റസഖ്തനാ എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധപ്പെടണമെന്ന് അല്ലാഹുവിന്റെ ഹദീസ് പഠിപ്പിച്ചു. ഇല്ലെങ്കിൽ എന്താ? നിന്റെ കൂടെ പിശാചിന്റെ ഒരു കൂട്ടം പരിപാടിയിൽ പങ്കുചേരും. അപ്പോഴാണ് മക്കൾ പിഴച്ചു പോകുന്നത്. ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങണം. ബിസ്മി ചൊല്ലിയാൽ പിശാച് മാറി നിൽക്കും. ഇല്ലെങ്കിലോ നിന്റെ ഭക്ഷണത്തലകയിൽ നിൽക്കൊരു കൂടെ കഴിക്കും. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അപ്പോ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളായ സച്ചരിതരായ മനുഷ്യന്മാർക്ക് അത്തരം പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് മുക്തി കിട്ടുന്നുണ്ടെങ്കിൽ, അവർ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? അത് അല്ലാഹുവിന്റെ പ്രത്യേക കാവലാണ്, മലക്കുകളുടെ പ്രത്യേക സംരക്ഷണമാണ്. അതിന്റെ സംരക്ഷണ കവചമായി നാം ഓതുന്ന പരിശുദ്ധ ഖുർആൻ, നാം വീടുകളിൽ വെച്ച് ചെല്ലുന്ന തസ്ബീഹുകളും സ്വലാത്തുകളും അദ്കാറുകളും, നമ്മുടെ ജീവിത ചിട്ടയായി നാം മുറുകെ പിടിച്ച മറ്റ് ആദാബുകള്, അതൊക്കെയാണ് പിശാചിനെ വിളിച്ചു നിർത്താൻ പ്രേരകമായിട്ടുള്ളത്. അതുകൊണ്ടാണ് പിശാച് നമ്മുടെ മേൽ കടന്നാക്രമണം നടത്താത്തത്. മനസ്സിലായോ? അപ്പൊ അതിന് ആ സംശയത്തിലും പിശാചുക്കൾ തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് അല്ലെ? തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട പിശാച് മനുഷ്യന്റെ ഉള്ളിൽ കടന്നാൽ കരിഞ്ഞു പോകൂലേ, കത്തിപ്പോകൂലേ? യാതൊരു സംശയമാണ്. പിശാചിനെ തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞ നിർവചനത്തിലുണ്ടാകുന്ന മറുപടി അല്ലെ? എന്താ പറഞ്ഞത്? അവര് തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ വെറും തീക്കട്ട എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഫഹും മുറക്കബൂന മിനൽ അനാസിരിൽ അർബഅ. ഫഹും മുറക്കബൂന മിനൽ അനാസിരിൽ അർബഅ. 4 മൂലകങ്ങളുണ്ട്: വായു, മണ്ണ്, വെള്ളം, തീ. ഈ 4 മൂലകങ്ങളാണ് പിശാചിനെ ശൈത്താനെ ജിന്നിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന് മികച്ചു നിൽക്കുന്നത് തീയിന്റെ പ്രകൃതിയാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് എടുത്തുചാട്ടവും കുറച്ച് അതിബുദ്ധിയും അല്ലെങ്കിൽ കുറച്ച് ആക്ടിവിറ്റി കുറച്ച് കൂടുതലായിരിക്കും. അത്രയുള്ള അർത്ഥം. അതല്ലാതെ പിശാചിന്റെ ശരീരം മുഴുവനും തീക്കട്ടയാണെന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ ആരും മനസ്സിലാക്കേണ്ടതില്ല. മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിൽ കുറച്ച് മാംസം മുറിച്ചെടുത്താൽ മണ്ണ് അവിടെ കിട്ടും? ഇല്ല അല്ലേ? മനുഷ്യനെ സൃഷ്ടിച്ചത് എന്താ? മണ്ണുകൊണ്ടാണല്ലോ. മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്.
പക്ഷേ എന്ന് കരുതിയിട്ട് മനുഷ്യ ശരീരത്തിൽ നിന്ന് കുറച്ച് കയ്യിൽ നിന്നോ കാലിൽ നിന്നോ തൊടയിൽ നിന്നോ ശരീരത്തിൽ നിന്ന് കുറച്ച് മാംസം മുറിച്ചെടുത്ത് നോക്കിയാൽ മണ്ണ് കാണും? ഇല്ല. പിന്നെന്താ? മണ്ണിന്റെ പ്രകൃതിയാണ് മനുഷ്യന് മുന്നിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ശാന്തമായ പ്രകൃതി. പിശാചിന്റെ നേരെ ഓപ്പോസിറ്റ്. മനുഷ്യനിലുമുണ്ട് 4 മൂലകങ്ങൾ. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിശാചിനെ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തല്ല? പിശാചിന്റെ ശരീരം മുഴുവനും തീക്കട്ടയാണ് എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഖുർആൻ പറഞ്ഞല്ലോ, നമുക്കറിയാമല്ലോ ഖുർആനിൽ എന്താ പറഞ്ഞത്? ഇങ്ങനെയെന്ന് പറയാണ്, നാം ആകാശത്തിൽ ചില ഇരിപ്പിടങ്ങളിൽ ഇരിക്കാറുണ്ടായിരുന്നു. ആകാശത്ത് പോയി ഇങ്ങനെ ഇരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു വിശദമായി. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചത്? എല്ലാവരും ചെവി കൊടുക്കാൻ, അഥവാ ആകാശത്ത് മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്ന സംസാരം ശ്രദ്ധിച്ചു കേൾക്കാൻ, കട്ടി കേൾക്കാൻ വേണ്ടി അവിടെ പോയി ഒരു തീജ്വാല അവൻ കണ്ടെത്തിക്കും. അഥവാ തീക്കൊണ്ടപ്പോഴാണല്ലോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടിയതും അവർ മനസ്സിലാക്കി അന്ത്യപ്രവാചകന്റെ ആഗമനമുണ്ടായിരിക്കുന്നു, അതുകൊണ്ടാണ് നമുക്ക് ആ ആനുകൂല്യം തടയപ്പെട്ടത് എന്ന് ജിന്നുകൾ തമ്മിൽ പരസ്പരം പറഞ്ഞ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, പിശാചുക്കൾ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ പിന്നെങ്ങനെ തീ കൊണ്ടറിഞ്ഞ് അവർക്ക് കൊല്ലാൻ പറ്റുമോ? അല്ലേ? പിശാചുക്കൾ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ പിന്നെ തീക്കൊല്ലുകൊണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള തീജ്വാല കൊണ്ട് എറിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും പറ്റില്ലല്ലോ. പക്ഷെ അവിടെ എന്താണ് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് എന്നുകൊണ്ട് ഉദ്ദേശം? അവരുടെ ശരീരം മുഴുവൻ തീക്കട്ട എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് 4 മൂലകങ്ങളാൽ സംക്ഷിപ്തമാണ്. പക്ഷെ അതിൽ തീന്റെ പ്രകൃതിയാണ് ജിന്നുകളിൽ പിശാചുക്കളിൽ മുന്നിട്ട് നിൽക്കുന്നത്. തീന്റെ ആളഞ്ഞു നിന്ന് സൃഷ്ടിച്ചു എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സംശയത്തിനും അവിടെ എന്തില്ല, നിലനിൽപ്പില്ല. പിശാചുക്കൾ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശരീരം മനുഷ്യ ശരീരം പ്രശ്നമുണ്ടെങ്കിൽ എങ്ങനെ കഴിയും എന്നൊക്കെ സംശയിക്കുന്നതിന് അവിടെ അടിസ്ഥാനമില്ല. കാരണം അവരുദ്ദേശിക്കുന്നത് പോലെ അല്ലെങ്കിൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ പിശാചുക്കൾ എന്തല്ല അങ്ങനെ വെറും തീക്കട്ട കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോ അവരുടെ 3 ന്യായത്തിലുള്ള മറുപടിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രമാണങ്ങൾ, ഉദ്ധരണികൾ നമുക്ക് നോക്കാം. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തന്റെ ഫതാവൽ ഹദീസിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താ പറയുന്നതെന്നറിയോ? സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുസുന്നത്ത് ജമാഅയുടെ വീക്ഷണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് പറയുന്നത്? വഖറജ ബിൽ അബിദ്ദുനിയ വഅബൂ യഅല വൽ ബൈഹഖി അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന അശ്ശൈത്വാന വാദിഉ ഖുർതുമഹു അലാ ഖൽബി ഇബ്നി ആദം ഫഇൻ ذكر الله خلص وإن نسي يلتقم قلبه أي نشب فيه وسوسة يحدثه بالأفكار الرديئة لأنه يجري منه مجرى الدم كما في الحديث الصحيح ويدل عليه قوله تعالى يوسوس في صدور الناس وبه يرد على من أنكر سلوكه في بدن الإنسان كالمعتزلة ومن ثم قيل لأحمد رضي الله عنه إن قوما يقولون إن الجنية لا يدخل في بدن المصروع من الإنس فقال يكذبون هو لا يتكلم على لسانه أي فدخوله في بدنه هو مذهب أهل السنة والجماعة وجاء من عدة طرق أنه صلى الله عليه وسلم جيء إليه بمجنون فضرب ظهره وقال اخرج عدو الله فخرج وطفل في فم آخر وقال اخرج يا عدو الله فإني رسول الله. എന്താ പറയുന്നത്? മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തന്റെ ഫതാവൽ ഹദീസിൽ രേഖപ്പെടുത്തുകയാണ്. എന്താ പറയുന്നത് സുഹൃത്തുക്കളെ? ഖാല ഇന്ന അശ്ശൈത്വാന വാദിഉ ഖുർതുമഹു അലാ ഖൽബി ഇബ്നി ആദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മനുഷ്യ ഹൃദയത്തിന് മേൽ പിശാച് തന്റെ തുമ്പിക്കൈ വെക്കും. മനുഷ്യ ശരീരത്തിന് മേൽ പിശാച് തന്റെ തുമ്പിക്കൈ വെക്കും. തുമ്പിക്കൈ വെക്കാന്ന് പറയുന്നത് നിങ്ങളാരും ഗണപതിയാണെന്ന് കരുതേണ്ട. നമ്മൾ കണ്ടിട്ടുള്ള പിശാച് ഗണപതിയാണല്ലേ. തുമ്പിക്കൈ വെക്കുള്ള സാധനം അതായിക്കൂടാനൊന്നുമില്ല, അതെല്ലാവരുപ്പെട്ടതാണല്ലോ. അപ്പോ ഇന്ന ശൈത്താന വാദിഉ ഖുർതുമഹു അലാ ഖൽബി ഇബ്നി ആദമ അല്ലേ? ശൈത്താൻ എന്ത് ചെയ്യും? മനുഷ്യ ഹൃദയത്തിന് മേൽ അവന്റെ തുമ്പിക്കൈ വെക്കും. സുബ്ഹാനല്ലാഹ്.
ഫഇൻ വക്കറല്ലാഹ ഖലസ, അവൻ അല്ലാഹുവിനെ സ്മരിച്ചാൽ പിശാച് പിന്വരും, അവൻ പരാജയപ്പെട്ട് പിന്മാറും. അതേ സമയത്ത് വഇൻ നസിയ ഇൽതഖമ ഖൽബഹു, അല്ലാഹുവിനെ മറന്നാലോ പിശാച് ഹൃദയത്തിൽ ദുർബോധനങ്ങൾ നടത്തും. അതുകൊണ്ടാണ് എപ്പോഴും അല്ലാഹുവിന്റെ ദിക്റിലായി ചിന്തയിലായി കഴിഞ്ഞുകൂടണമെന്ന് പറഞ്ഞത്. പിശാചിന്റെ തുമ്പിക്കൈ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. അല്ലാഹുവിനെ സ്മരിച്ചാൽ അവൻ പിന്മാറും. അതേ സമയത്തോ അല്ലാഹുവിനെ മറന്നാൽ പിശാച് അവന്റെ ഹൃദയത്തിൽ ദുർബോധനങ്ങൾ നടത്തും. സുബ്ഹാനല്ലാഹ്. ഐ നശബ ഫീഹി വസ്വസത്തുൻ യുഹദിസുഹു ബിൽ അഫ്കാരി റദിഅ, മോശമായ ചിന്തകൾ കൊണ്ട് അവനെ സംസാരിക്കും, അഥവാ അവനെ അതിന് പ്രേരിപ്പിക്കും. കേട്ടോ? കാരണം എന്താ? ലിഅന്നഹു യജ്രി മിൻഹു മജ്റദ്ദമി ഇന്നശ്ശൈത്വാന ലയജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദമി, നിശ്ചയമായും പിശാച് മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്ന നാടി ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലേ? ഇന്നശ്ശൈത്വാന ലയജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദമി എന്നാണ് സ്വഹീഹായ ഹദീസ്, കമാ ഫീ ഹദീസ് സ്വഹീഹി. വയദുല്ലു അലൈഹി ഖൗലുഹു തആല യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, ഖുർആൻ പറഞ്ഞാണല്ലോ അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ അവൻ എന്ത് ചെയ്യും? വസ്വാസ് ഉണ്ടാക്കും. وبه يرد على من أنكر سلوكه في بدن الإنسان. ഈ പറയപ്പെട്ടത് കൊണ്ട് എന്ത് ചെയ്തു? ഈ ഹദീസ് കൊണ്ട് അല്ലെങ്കിൽ ഈ ആയത്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റദ്ദ് ചെയ്യാം. മനുഷ്യ ശരീരത്തിൽ പിശാച് പ്രവേശിക്കുന്നതിനെ നിഷേധിച്ച ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇതുകൊണ്ട് ഖണ്ഡിക്കാം, ഇതിനെ റദ്ദ് ചെയ്യാം. ഇനി കേട്ട സുഹൃത്തുക്കളെ, ഒമിൻ തമ്മ ഖീലലി അഹ്മദ് റളിയല്ലാഹു അൻഹു, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, ഇന്ന ഖൗമൻ യഖൂലൂന, ഒരു വിഭാഗം ആളുകൾ പറയുന്നു, എന്താ പറയുന്നത്? ഇന്നൽ ജിന്നിയ ലാ യദ്ഖുലു ഫീ ബദനിൽ മസ്റൂഇ മിനൽ ഇൻസി, മനുഷ്യരിൽ നിന്ന് പിശാച് ബാധയേറ്റയാളുടെ ശരീരത്തിൽ ജിന്ന് കയറുകയില്ല. ഇന്നൽ ജിന്നിയ ലാ യദ്ഖുലു ഫീ ബദനിൽ മസ്റൂഇ മിനൽ ഇൻസി, മനുഷ്യരിൽ നിന്ന് പിശാച് ബാധയേറ്റവരുടെ ശരീരത്തിൽ ജിന്ന് കയറുകയില്ലെന്ന് ചില ആളുകൾ പറയുന്നുണ്ടല്ലോ എന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ ഫഖാല യക്ദിബൂൻ, അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല യക്ദിബൂൻ, അവർ കളവാ പറയുന്നത്. കാരണം എന്താ? ഹുവദാ യതകല്ലമു അലാ ലിസാനിഹി, അവന്റെ നാവിലൂടെ സംസാരിക്കുന്ന ഒരു പിശാച് കയറിയ ജിന്ന് കയറിയ ഒരാള് അവന്റെ നാവിലൂടെ ഈ മനുഷ്യൻ പറയുന്നത് എന്താണ്? ജിന്നാണ് അല്ലെങ്കിൽ പിശാചാണ് യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതായത് മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മദ്ഹബാണ്. അങ്ങനെ കടക്കാം, സാധ്യതയുണ്ട് എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഭിപ്രായം. ധാരാളം വഴികളിലൂടെ വന്നിട്ടുണ്ട് ഒരു റിവായത്ത്. എന്താണ്? അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നബികളുടെ അടുക്കൽ ഒരു ഭ്രാന്തനെ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു ഭ്രാന്തൻ ഒരു ഭ്രാന്തനെ കൊണ്ടുവരപ്പെട്ടു. അപ്പൊ നബികൾ എന്ത് ചെയ്തു? അവന്റെ പുറത്തൊരു അടി കൊടുത്തു. അവന്റെ മുടിയിൽ ഒരു അടി കൊടുത്തു നബികൾ. എന്നിട്ട് എന്ത് പറഞ്ഞു? അല്ലാഹുവിന്റെ ശത്രു, ഓടാ കൊടുത്തു, ഇറങ്ങടാ. ഇത് കേട്ടിട്ടാണ്, ഇത് മനസ്സിലാക്കിയിട്ടാണ് ആര് നമ്മുടെ സക്കരിയ സലാഹി പറഞ്ഞ സംഭവം കേട്ടില്ലേ? അതിനേക്കാൾ അതുവായിരുന്നു. പിന്നെ പാവം പോവോ? അതിന് വേറെ സംഭവം പറയുന്നുണ്ട്, ഇൻഷാല്ലാ പിന്നീട് പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഉഖ്റുജാദുവല്ലാ എന്ന് പറഞ്ഞപ്പോ ഫഖറജ, ശൈത്താൻ പുറത്തുപോയി. അതുപോലെ നല്ല മനുഷ്യന്മാർ സ്വാലിഹീങ്ങൾ മുഅ്മിനീങ്ങൾ പറഞ്ഞാൽ പിശാച് പോകും. ഈ കൗമ് പറഞ്ഞാൽ പിശാച് പോകും. പിശാച് പറയടാ, എന്നെ കാണാൻ പറ്റിയ പിശാചാണ്, ഇതിന് ഞാൻ പോണോ? സംഗതി രസമുണ്ടല്ലേ സുഹൃത്തുക്കളെ? വെറുതെയാണോ വഹാബികളൊക്കെ പറഞ്ഞ് കാലിട്ടടിക്കുന്നത്? സക്കരിയ സലാഹി പറഞ്ഞില്ലേ, ഉഖ്റുജ അതുമല്ല എന്ന് പറഞ്ഞിട്ട് അവനിങ്ങോട്ട് നോക്കിയാ മൗലിയുടെ മുഖത്തേക്ക്, അമ്പട കള്ള സുന്ദരിയായ പെണ്ണിന്റെ മുഖത്ത് നോക്കി സൂചിക്കുകയാണല്ലോ. ഇവരുണ്ട് ചോദിച്ചൊരു പിശാചാണെങ്കിൽ സംഗതി കാര്യമല്ലോ അല്ലേ? കാരണം പിശാചിന് മനസ്സിലായി മൗലി ആരാണെന്നുള്ളത്. പിശാചിനെ കൗമിനെ അറിയല്ലോ, കാരണം മുപ്പരുടെ കൂട്ടുകാരാണ് ഇവര്. എങ്ങനെയുണ്ട് സംഗതി? അപ്പൊ ഇതാ സംഭവം. അപ്പൊ വെറുതെ സംഭവം ഇതിലൊക്കെ പ്രമാണം സുഹൃത്തുക്കളെ. പക്ഷെ അതെന്ത് ചെയ്യാ? ചെയ്യേണ്ടവർ ചെയ്യണം, പറയേണ്ടവർ പറയണം, അപ്പൊ നടക്കും. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് എന്ത് ചെയ്തു? അവന്റെ പുറത്തടിച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ ശത്രു പേരാ പുറത്ത് എന്ന് പറഞ്ഞു. അപ്പൊ പിശാച് പോയി, പുറത്തുപോയി. മറ്റൊരുത്തന്റെ എന്ത് ചെയ്യും? വായിൽ തുപ്പി. പിന്നൊരു കേസ് വന്നു.
മറ്റൊരു കേസിന് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു? നബി തങ്ങൾ എന്താ ചെയ്തു? വേറൊരു ചികിത്സയാണ് നടത്തിയത്. നബി തങ്ങൾ തുപ്പി ഫീ ഫമി ആഖറ, മറ്റൊരുത്തന്റെ വായിൽ. അഥവാ ഇതുപോലെ തന്നെ ജിന്ന് ബാധയേറ്റ ഭ്രാന്ത് പിടിച്ച ഒരുത്തനെ നബി തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു? നബി തങ്ങൾ അവന്റെ വായിൽ തുപ്പിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു വഖാല ഉഖ്റുജ അദുവല്ലാഹ് ഇന്നി റസൂലുള്ളാഹ്. കണ്ടോ? അവന്റെ വായിൽ തുപ്പിക്കൊടുത്തിട്ട് പറഞ്ഞു, എടാ പോടാ പുറത്ത് നമുക്ക്, ഞാൻ അള്ളാന്റെ റസൂലാണ്, അള്ളാന്റെ ശത്രു, നീ പുറത്തു പോകുന്നു പറഞ്ഞു. മൗലവി തുപ്പി എന്തായിരിക്കും കഥ? പിശാച് തിരിച്ചു വെക്കൂലേ? അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തു? വായിൽ തുപ്പിയിട്ട് ഉഖ്റുജ അദുവല്ലാഹ് ഫഇന്നി റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, പോടാ പുറത്ത് എന്ന് പറഞ്ഞു. അപ്പോഴും ചെയ്തു പിശാച് ഇറങ്ങി. സുഹൃത്തുക്കളെ, ഇത് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തന്റെ ഫത്താവൽ ഹദീസിൽ രേഖപ്പെടുത്തുന്ന സംഭവമാണ്. ഓരോ പ്രമാണം ഇനി നിങ്ങൾക്ക് കേൾക്കുന്ന സുഹൃത്തുക്കളെ, മഹാന്മാരായ പണ്ഡിതന്മാർ പലരും ഇത് സംബന്ധമായി അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. قال السيد الشريف الجرجاني رحمه الله وتقدر على أن تتولد في بواطن الحيوانات وتنفر في منافذها الضيقة نفوذ الهواء المستشقي. സുബ്ഹാനല്ലാഹ്. മഹാനായ ഷരീഫ് ജുർജാനി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുകയാണ്, എന്താ പറഞ്ഞത്? وتقدر على أن تتولد في بواطن الحيوانات, ജീവികളുടെ ഹയവാനാത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പിശാചുക്കൾക്ക് കഴിയും. وتنفر في منافذها الضيقة نفوذ الهواء المستشقي. നേരിയ വായു പ്രവേശിക്കുമ്പോൾ വളരെ നേരിയ ദ്വാരങ്ങളിലൂടെ ജീവികളുടെ ഉള്ളിൽ പിശാചുക്കൾക്ക് ജിന്നുകൾക്ക് പ്രവേശിക്കാൻ കഴിയും. മഹാനായ സയ്യിദ് ഷരീഫ് ജുർജാനി റഹ്മത്തുള്ളാഹി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. കണ്ടോ? ചെറിയൊരു പൊഴുതി കിട്ടിയാൽ മതി, നമ്മുടെ മൂത്തിലൂടെ വായിലൂടെ എത്തിക്കയറും. അതുകൊണ്ടാണ് സുഹൃത്തുക്കൾ അള്ളാഹുവിന്റെ ഹദീസ് പറഞ്ഞില്ലേ, എന്താ? നിങ്ങൾ കോട്ട് വായിടുമ്പോൾ നിങ്ങളുടെ കൈ കൊണ്ട് എന്ത് ചെയ്യണം? വായ പൊട്ടിപ്പിടിക്കണം. എന്നിട്ട് എന്ത് പറയണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കണ്ടോ? റസൂലുള്ളാഹി പഠിപ്പിച്ചതാണത്. കാരണം ഈ കോട്ടുവായുള്ള ശൈത്തിൽ നിന്ന് അല്ലെ, കോട്ടുവായിടുക എന്നുള്ള പിശാചിൽ നിന്നാണ്. അങ്ങനെയല്ല, നമ്മൾ ഖുർആൻ ഓതാനിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. വാട്സപ്പിൽ രാത്രി 2 മണി വരെ ഇരുന്നാൽ ആർക്കെങ്കിലും ഉറക്കം വരുമോ സുഹൃത്തുക്കളെ? വാട്സപ്പിൽ ഇരുന്നാൽ എവിടെ ഉറങ്ങാൻ? നല്ല കളിയായി, ഉറക്കം തീരെ വരില്ല. അതേസമയത്ത് ഖുർആൻ എടുത്ത് വെച്ച് നോക്കി നോക്കുക, അരമണിക്കൂർ അപ്പ കാണാം വായുവിനെ വല്ലാതെ പൊളിഞ്ഞു. കാരണം പിശാചി തെളിവല്ല, ഉറപ്പല്ലേ? അപ്പൊ അതാണ് കോട്ടുവായിടുക എന്നുള്ളത് പിശാചിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. കണ്ടോ? وإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. ഖുർആൻ ഓതാൻ ഉദ്ദേശിച്ചാൽ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അഊദു ഓതണം. കാരണം അപ്പൊ പിശാച് വരും. അവൻ എന്തെങ്കിലും ഒരു വിക്രീസ് കൊണ്ടുവരും. എത്ര ഉറക്കം വരാത്തവന് ഉറക്കം വരും. അങ്ങനെയാണ് അതിന്റെ സ്വഭാവം. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, പിശാചി നേരിയ വായു പ്രവേശിക്കുന്നത് പോലെ വളരെ നേരിയ ദ്വാരങ്ങളിലൂടെ വളരെ ഇടുങ്ങിയ ചെറിയ ദ്വാരങ്ങളിലൂടെ പിശാച് കടക്കും. ഖുർആൻ പറഞ്ഞു, നിങ്ങളെ നോക്കൂ, الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. الذين يأكلون الربا പലിശ തിന്നുന്നവൻ لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. സുബ്ഹാനല്ലാഹ്. പിശാച് ബാധയേറ്റ് മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ അവൻ എഴുന്നേൽക്കുകയില്ല. ഖിയാമത്ത് നാളിലെ ഇവിടെ പലിശ തിന്നുന്നവൻ ലാ യഖൂമൂന, അവൻ എഴുന്നേൽക്കുകയില്ല. ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്സി. പിശാച് ബാധയേറ്റവൻ മറിഞ്ഞു വീണു കഴിഞ്ഞാൽ അവൻ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും? വല്ലാതെ ഒരു അസ്വസ്ഥതയില്ല, അല്ലെ? പൊങ്ങാൻ വലിയ പാടായിരിക്കും. എന്നതുപോലെയാണ് പലിശ തിന്നുന്നവന്റെ അവസ്ഥ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഖുർആൻ സൂചിപ്പിക്കുന്നത് എന്താ? പിശാച് ബാധയേൽക്കും മനുഷ്യനെ. കണ്ടോ? ഹദീസ് പറഞ്ഞു, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, നിഷേധിക്കാൻ കഴിയില്ല. നിശ്ചയമായും പിശാച് മനുഷ്യന്റെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്ന അവന്റെ നാഡിഞരമ്പുകളിലൂടെ മുഴുവനും സഞ്ചരിക്കും പിശാച്. അല്ലാഹുവിന്റെ ഹദീസ് പറഞ്ഞതാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ശറഹ് മുസ്ലിമിലെ قال القاضي وغيره قيل هو على ظاهره وأن الله تعالى جعل له قوة وقدرة على الجري في باطن الإنسان مجاري دمه. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി തങ്ങൾ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുകയാണ്, قال القاضي وغيره
ഹാവിയും മറ്റുള്ളവരും പറയുന്നു ഈ ഹദീസിനെ അതിന്റെ ബാഹ്യാർത്ഥ പ്രകാരം ചുമത്തണം. ഇതിനെ വ്യാഖ്യാനം കൊടുക്കണ്ട, വിശദീകരിക്കണ്ട. മനുഷ്യന്റെ നാടിഞരമ്പുകൾ, രക്തം സഞ്ചരിക്കുന്ന നാടിഞരമ്പുകളിലൂടെ പിശാച് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അതിനും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അല്ലാഹു തആല അവന് നല്ല കഴിവും ശക്തിയും കൊടുത്തിട്ടുണ്ട്. അലനിൽ ഇൻസാനി മജാരിയ ദമിഹി, മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്ന നാടി ഞരമ്പുകളിലൂടെ അവന്റെ ആ റൂട്ടിലൂടെ സഞ്ചരിക്കാൻ പിശാചിന് അല്ലാഹു കഴിവ് നൽകിയിട്ടുണ്ട് എന്ന അഭിപ്രായമുണ്ട്. അപ്പൊ അതങ്ങനെ ബാഹ്യാർത്ഥം വെച്ച് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഉള്ളിൽ കിടക്കും നാടി ഞരമ്പുകളിലൂടെ അത്ര സൂക്ഷ്മമായി മനുഷ്യ ശരീരത്തിലെ എല്ലാ മേഖലകളിലും സ്വാധീനം നടത്താൻ അവന് കഴിവുണ്ട്. കണ്ടോ സുഹൃത്തുക്കളെ, അതില്ലാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് വേണ്ടത്. അതല്ലാതെ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിന് നിഷേധിക്കുകയല്ല വേണ്ടത്. ഓരോന്നിനും രോഗമുണ്ട്, ചികിത്സയുണ്ട്. കേട്ടോ, രോഗമുണ്ട്, ചികിത്സയുണ്ട് സുഹൃത്തുക്കളെ. എന്താ നിങ്ങൾ മനസ്സിലാക്കി? ഇനി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ നേരത്തെ പിശാചുക്കൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞവരുടെ ന്യായവും അതിന് മറുപടിയും നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിനെ തുടർന്നുകൊണ്ട് വിശദീകരിച്ച് വീണ്ടും മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ്, വദല്ലൽ ഖുർആനു അലാ അന്ന അസ്ലൽ ജിന്നി അന്നാറു വഇന്നമാ അഹറഖതുഹു അശ്ശുഹുബു മാ ദാലിക ലിഅന്ന ഇലാഫതഹും ഇലൻ നാരി കഇലാഫത്തുൽ ഇൻസാനി ഇല തുറാബി വത്തീൻ വൽ ഫഖാർ ഇദൽ മുറാദു വസ്ലുഹു തീൻ ലാ അന്നഹു തീനുൽ ഹഖീഖ وكذلك الجان كان نارا في الأصل لا أنه نار الحقيقة. للحديث الصحيح عرض لي الشيطان في صلاتي فخنقته فوجدت برد ريقه على يدي ومن هو نار محرقة كيف يحس ببرد ريقه إذ لا ريق له أصلا فضلا عن كونه باردا. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, വദല്ലൽ ഖുർആനു അലാ അന്ന അസ്ലൽ ജിന്നി അന്നാറു. ജിന്നുകളുടെ അടിസ്ഥാന മൂലകം തീയാണ് എന്ന് ഖുർആൻ അറിയിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഖുർആൻ എന്ന് പറയുന്നുണ്ട് ഇന്നമാ അഹറഖതുഹും അശ്ശുഹുബു. അതോടൊപ്പം ചെങ്കോലുകൾ അവരെ കരിച്ചു കളയുന്നത്, ചെങ്കോലുകൾ അവരെ കരിച്ചു കളയുന്നു. അതും നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതെന്താ, അതെങ്ങനെ നടക്കും? തീരാൻ സൃഷ്ടിക്കപ്പെട്ട ജിന്ന് തീന്റെ ചെങ്കോലുകൾ അവരെ കരിച്ചു കളയും, അല്ലെങ്കിൽ അവരെ ഓടിച്ചു കളയും, അവർ ഓടിപ്പായും എന്ന് പറയാൻ കാരണം എന്താ? മഴ കാണിക്കാൻ അന്ന ഇലാഫത്തഹും ഇലൻ നാരി കഇലാഫത്തുൽ ഇൻസാനി ഇല തുറാബി വത്തീൻ വൽ ഫഖാർ. അതിന്റെ അർത്ഥം എന്താ? അന്ന ഇലാഫത്തഹും ഇലൻ നാരി, ജിന്നുകൾക്ക് പിശാചുക്കൾക്ക് തീയുമായുള്ള ബന്ധം കഇലാഫത്തുൽ ഇൻസാനി ഇല തുറാബി വത്തീൻ വൽ ഫഖാർ, മനുഷ്യന് മണ്ണുമായുള്ള ബന്ധം പോലെയാണ്. മനുഷ്യന് മണ്ണിലേക്കും കളിമണ്ണിലേക്കും, അല്ലെ, മുട്ടിയാൽ ശബ്ദം കേൾക്കുന്ന കലം പോലുള്ള കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. അപ്പോ ആ മനുഷ്യന് മണ്ണിലേക്ക് ചേർക്കപ്പെടുന്നത് പോലെയാണ് പിശാചിനെ, ജിന്നിനെ തീയിലേക്ക് ചേർക്കപ്പെടുന്നതിന്റെ നിസ്ബ. അതല്ലാതെ വെറും തീക്കട്ട എന്നല്ല. മനുഷ്യൻ മണ്ണിനെ സൃഷ്ടിക്കുന്ന പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിൽ ഇങ്ങനെ പിച്ചെടുത്ത മണ്ണ് കൊണ്ടുപോകും എന്നുള്ള അർത്ഥത്തിലല്ല. മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? അപ്പൊ ഇതിൽ മുറാദു അസ്ലുഹു തീൻ, മനുഷ്യനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ അസ്ൽ എന്താണ്? കളിമണ്ണാണ്. അസ്ല് കളിമണ്ണാണ്. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞ മനുഷ്യന്മാരെ മണ്ണിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറാ, മണ്ണിനാൽ സൃഷ്ടിച്ച നിന്നെ മണ്ണിലേക്ക് ഇതാ മടക്കുന്നു പിന്നെ. അപ്പൊ മണ്ണ് അവന്റെ അസ്ൽ അതാണ്. ഇതിൽ മുറാദു അസ്ലുഹു തീൻ ലാ അന്നഹു തീനുൽ ഹഖീഖ. യഥാർത്ഥ കളിമണ്ണാണ് മനുഷ്യ ശരീരം എന്ന അർത്ഥത്തിലല്ല. വകദാലിക ജാന്നു കാന നാറൻ ഫിൽ അസ്ലി, ഇതുപോലെ തന്നെ ജിന്നുവർഗം അസ്ലിൽ അത് തീയാണ്. ലാ അന്നഹു നാറുൽ ഹഖീഖ, ലാ അന്നഹു നാറുൽ ഹഖീഖ, അത് എന്തല്ല യാഥാർത്ഥ്യം, അതിന്റെ ഹഖീഖത്ത് തീയാണ് എന്നുള്ള അർത്ഥത്തിലല്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ ശരീരത്തിൽ തീയാണ് എന്നുള്ള അർത്ഥത്തിലല്ല. ഹദീസ് സ്വഹീഹ്, അതിന് തെളിവെന്താണ്? സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, അറബലിയ ശൈത്താനു ഫീ സ്വലാത്തി, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ നിസ്കാരത്തിൽ പിശാച് എന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടു. അറബലിയ ശൈത്താനു ഫീ സ്വലാത്തി, എന്റെ നിസ്കാരത്തിൽ പിശാച് എന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഫഖനഖതുഹു, പിശാച് എന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അവനെ പിടിച്ചു കെട്ടി.
പിശാചിനെ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? പിടിച്ചു കെട്ടി. പഹയനെ പിടിച്ചപ്പോ എന്ത് ചെയ്തു? സുബ്ഹാനല്ലാഹ്, അവന്റെ എതിർനീരിന്റെ തണുപ്പ് എന്റെ കയ്യിൽ ഞാൻ എത്തിച്ചു. റസൂലുള്ളാഹിയുടെ പിടുത്തത്തിൽ ഇവന്റെ വായുന്നു ഉള്ള നീര് മുഴുവൻ പുറത്തു വന്നു. അപ്പൊ ഇവന്റെ തുപ്പുനീരിന്റെ തണുപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ സുഹൃത്തുക്കളെ, ഇതിൽ കെട്ടിയതൊന്നുമല്ല, അല്ലെ, നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാ. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, അറമലിയ ശൈത്താനു ഫീ സ്വലാത്തി, ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിശാച് എന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഫഖറഖ്തുഹു, അവനെ ഞാൻ എന്ത് ചെയ്തു? പിടിച്ചു കെട്ടി. അപ്പോൾ ഫവജദ്തു ബർദ റിയദിഹി അലാ യദി, അവന്റെ തുപ്പുനീരിന്റെ തണുപ്പ് എന്റെ കയ്യിൽ ഞാൻ എത്തിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ചോദിക്കുകയാണ്, ഒമൻ ഹുവ നാറുൻ മുഹരിഖത്തുൻ കൈഫ യുഹസ്സി ബിബർദി റിയദിഹി, ജിന്നി പറഞ്ഞ കരിക്കുന്ന തീയാണെങ്കിൽ പിന്നെ എങ്ങനെയാ തുപ്പുനീരിന്റെ തണുപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എത്തുന്നത്? അല്ലെ, എന്നാലോചിച്ച് നോക്ക്. ഇതിലാരിക്കരഹുവസനം, അങ്ങനെ തീയാണെങ്കിൽ തുപ്പുനീരൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനി പോട്ടെ, ഫവരന്നാൻ കൗലിഹി ഭാരതം, വെറും തുപ്പുനീരല്ല, തണുത്ത തുപ്പുനീരെന്ന് പറഞ്ഞ തുപ്പുനീരിന്റെ തണുപ്പ് എന്റെ കയ്യിലെത്തിച്ചു എന്നാണ്. അപ്പൊ ആ ഹദീസിന്റെ ആശയം എന്താണ്? പിശാചിനെ തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരം തീയാണ് എന്നുള്ള അർത്ഥത്തിലല്ല, തീയിന്റെ ഒരു എസൻസ്, അതിന്റെ ഒരു 4 മൂലകങ്ങളിൽ അതിന്റെ കൂടുതൽ പ്രതിഫലനം തീയിന്റെ സ്വഭാവമാണ് പിശാചുക്കളിലുള്ളത് എന്നാണ് അതിനർത്ഥം എന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നു. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തന്റെ ഫതാവൽ ഹദീസിൽ രേഖപ്പെടുത്തുകയാണ്. കേട്ടോ, മനസ്സിലായില്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞ 3 വാദങ്ങൾക്കും അതിനുള്ള മറുപടിയും പ്രമാണങ്ങളുടെ പിൻബലത്തിലാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇനി മറ്റൊരു വാദം കൂടി അവർ സമർത്ഥിക്കുന്നുണ്ട്. എന്ത്? ഖുർആൻ കൊണ്ടൊരു സമർത്ഥനം. പിശാച് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്നുള്ളതിന് ഖുർആൻ ആയത്ത് കൊണ്ടൊരു സമർത്ഥനം എതിരാളികൾ നടത്തുന്നുണ്ട്. അതെന്താ? സൂറത്ത് ഇബ്രാഹിമിലെ 22-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما كان لي عليكم من سلطان إلا أن دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم. وما كان لي عليكم من سلطان إلا أن دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم. എന്താണ്? ഖിയാമത്ത് നാളിലെ നാളെ പരലോകത്ത് വെച്ച് വിശ്വാസികൾ പറയും, എനിക്ക് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവുമില്ല. ഒമാക്കാനില്ല അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. പിന്നെന്ത് ചെയ്തു? ഇല്ലാ അൻ ദഅഉതുക്കും, പക്ഷെ എന്ത് ചെയ്തു? നിങ്ങളെ ഞാൻ വിളിച്ചു. ഫസ്തജബ്തുലി, അപ്പൊ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ കടന്നിട്ട് നിങ്ങളെ പിടിച്ച് അമർത്തി അടക്കി ഒതുക്കാനൊന്നും എന്നെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. എനിക്ക് അതിനുള്ള അധികാരമൊന്നുമില്ല. പക്ഷെ നിങ്ങളെ ഞാൻ എന്ത് ചെയ്തു? എന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു. ഫസ്തജബ്തുലി, അപ്പൊ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. അതുകൊണ്ട് ഫലാ തലൂമൂനി, എന്നെ നിങ്ങൾ ആക്ഷേപിക്കേണ്ട. വലൂമു അൻഫുസക്കും, നിങ്ങളുടെ ശരീരത്തെ തന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തുക. പിശാച് നാളെ കൈകൊള്ളാൻ വേണ്ടി പറയുന്നതാണ്. പിശാച് നാളെ രക്ഷപ്പെടാൻ വേണ്ടി പറയും, നിങ്ങളുടെ മേൽ അധികാരം നടത്താൻ യാതൊരു കഴിവും എനിക്കുണ്ടായിരുന്നില്ല, പക്ഷെ നിങ്ങളെ ഞാൻ ക്ഷണിച്ചു, അപ്പൊ നിങ്ങൾ ഉത്തരം നൽകി. അപ്പൊ അതുകൊണ്ട് എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തിയാൽ മതി, ആക്ഷേപിച്ചാൽ മതി. അപ്പൊ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്? പിശാച് തന്നെ നാളെ ഖിയാമത്ത് നാളിൽ പറയുമല്ലോ എനിക്ക് അധികാരമില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പിശാച് ഉള്ളിൽ കയറും, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ നടക്കുക എന്നാണ് ഇതിന് എതിരാളികൾ, അഥവാ പിശാച് അങ്ങനെ കയറില്ല എന്ന് പറയുന്ന ആളുകൾ സമർത്ഥിക്കുന്നത്. സുഹൃത്തുക്കളെ, അത് സത്യത്തിന് ഈ ആയത്തുകൊണ്ട് അങ്ങനെ കിട്ടുമോ? ഇവിടെ ആയത്തിൽ പറഞ്ഞെന്താ? പിശാച് മനുഷ്യരിൽ വസ്വാസം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ, അല്ലെ? അസത്യത്തിലേക്ക് ക്ഷണിക്കാൻ കഴിയുമെന്ന് പിശാചിന് കഴിയുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ആ ക്ഷണിക്കുന്ന മാർഗം എങ്ങനെയാണ്? പുറത്തു നിന്നിട്ടാണോ അകത്തു നിന്നിട്ടാണോ എന്ന് ഇവിടെ വ്യക്തമല്ലോ. അതെങ്ങനെയും ആകാം. അതിന് വേറെ തെളിവുകൾ നമ്മൾ നേരത്തെ സമർപ്പിച്ചു കഴിഞ്ഞു. അകത്ത് കിടക്കുവോ? പുറത്തു നിന്നിട്ടാണോ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പശുപാലിനെ പോലത്തെ ആൾക്കാരെ തെറ്റിക്കാൻ പിശാചിന് അകത്ത് കിടക്കേണ്ട കാര്യമില്ല. പുറത്തു നിന്നിട്ട് ഇങ്ങനെ മാറി വിളിച്ചാൽ മതി. 2 ഞെട്ട കിട്ടിയാൽ വിത്രവി ചെല്ലും, കൂടുതലുള്ള ആളുകളും ചെല്ലും. പക്ഷെ യഥാർത്ഥ വിശ്വാസികളെ, അല്ലെ, മുഅ്മിനീങ്ങളെ പ്രവർത്തിക്കണമെങ്കിൽ കുറച്ച് പണിയാണ്, പെട്ടെന്നൊന്നും കിട്ടൂല. അപ്പൊ പിന്നെ അവൻ എന്ത് ചെയ്യും? പരമാവധി പണി നോക്കും. അങ്ങനെയാണല്ലോ, അല്ലെ? അങ്ങനെയല്ലേ സാധാരണ ചെയ്യുന്നത്. അപ്പോഴാണ് അകത്ത് കിടക്കലും അതിന് വേണ്ട പണിയൊക്കെ അവൻ ചെയ്യുന്നത്. പക്ഷെ അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെയും നമ്മുടെ സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രതിരോധത്തിലൂടെ നാം പിടിച്ചു നിൽക്കുന്നു. അതാണ്. അപ്പൊ നമ്മുടെ വീടുകളിൽ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചെന്ന കാവലുണ്ട്. അത് നമ്മൾ ഖുർആൻ ഓതണം. വീടുകളിൽ എപ്പോഴും ഇബാദത്ത് ഉണ്ടാകണം. ഇതൊന്നും ഇല്ലാത്ത വീട്ടിലാണ്. ചില വീട്ടിലൊക്കെ എന്നും ഇടങ്ങേറാണ്, അല്ലെ? നമ്മൾ ആലോചിച്ച് ചില ആളുകൾക്ക് എന്നും പ്രശ്നമാണ്. എന്താ കാരണം? ഇന്നിപ്പോ പറയണ്ടല്ലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ചെറുപ്പക്കാർ, മക്കൾ, ആണാകട്ടെ പെണ്ണാകട്ടെ, എല്ലാം വാട്സപ്പിലാണ്.
വല്ലാത്തൊരു ദുരന്തമാണെന്ന് തോന്നുന്നു. എനിക്കൊന്നും ഇതുപോലൊരു ദുരന്തം മുമ്പ് ഉണ്ടായിട്ടില്ല. ടിവിക്ക് ഒരു പരിധിയുണ്ട്, മറ്റുള്ള എല്ലാ സാധനങ്ങൾക്കും ഒരു പരിധിവരെ നമുക്കൊരു തരം ഒരു പരിധിയുണ്ട്. പക്ഷേ ഇന്നിപ്പോ ഈ വാട്സപ്പ്, ഞാനിത് വെറുതെ പറയുന്നതല്ല, ചിലപ്പോൾ നമ്മുടെ ഇപ്പോ എല്ലായിടത്തും വാട്സപ്പ്, എല്ലാവരുടെയും മൊബൈലും വാട്സപ്പും തന്നെയാണ്. ഇതിന് കുറെ നല്ലതുണ്ടാവും, നല്ലതെന്ന് പറഞ്ഞിട്ടാണ് ഒരു ഗ്രൂപ്പ്. അതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഹൈവാൻ കയറിയിട്ട് എന്തെങ്കിലും ഒന്ന് വിട്ടാൽ മതി, പിന്നെ അതിന്റെ പിന്നാലെ വരും നമ്മുടെ ആളുകൾ. വല്ലാത്തൊരവസ്ഥ. ഈ ഒന്നിനെങ്കിലും ഹൃദയ സമയം കളയില്ലേ എന്തെങ്കിലും മനുഷ്യന്മാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, പിശാചിന്റെ ആ ഒരു സാന്നിധ്യത്തിൽ നിന്ന്, അവരുടെ സ്വാധീനത്തിൽ നിന്ന് കരകയറാൻ, രക്ഷപ്പെടാൻ സുഹൃത്തുക്കളെ നമ്മൾ അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചുന്ന പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അപ്പൊ ഏതായാലും പിശാചി നമ്മളെ ക്ഷണിക്കുമെന്നും വിശ്വാസം ഉണ്ടാക്കുമെന്നും വഴിതെറ്റിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുമെന്നും കഴിഞ്ഞ ദിവസം നമ്മൾ ആവശ്യക്കാര്യം വിശദീകരിച്ചു. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് അവൻ അതിനുള്ള കഴിവ് ഓർഡർ വാങ്ങിയെടുക്കുകയാണ് ഖിയാമത്തുകൾ വരെയും, അല്ലെ? പക്ഷെ അല്ലാഹു തആല അവിടെ എന്ത് ചെയ്തു? ഒരു ചെറിയ ഇസ്തിഗ്ന ചെയ്തു. എന്റെ സജ്ജനങ്ങളായ അടിമകളെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ അതാണ്, ആ മാർഗമാണ് സ്വീകരിക്കുന്നത്. അപ്പൊ പിശാചിനെതിരെ അവന്റെ ദുർബോധനങ്ങൾക്കെതിരെ അധ്യാപനം നടത്തിയ മഹാന്മാരായ പ്രവാചകന്മാർ, അവരെ പിന്തുടർന്ന ആലിമ്യങ്ങൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, അവരിൽ പിശാചിന് ഈ പറഞ്ഞ രീതിയിലുള്ള സ്വാധീനം ചെലുത്താനോ അല്ലെങ്കിൽ അവരിൽ ഇടങ്ങേറുണ്ടാക്കാനോ പിശാചിന് കഴിയാത്തത് അല്ലാഹുവിന്റെയും അവന്റെ മലായിക്കത്തുകളുടെയും അതുപോലെ തന്നെ മറ്റ് ഖുർആൻ, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച അധികാറുകൾ, ഇതിന്റെയൊക്കെ സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് അവരെ പിശാചിന് കൂടുതൽ ആക്രമിക്കാനോ കടന്നു കയറാനോ സ്വാധീനിക്കാനോ കഴിയാത്തത് എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഇത്രയും സംസാരിച്ചതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജിന്ന് കൂടുക അഥവാ മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കുക എന്നുള്ളത് സംഭവ്യമാണ്. അങ്ങനെ സാധിക്കും, ഉണ്ടാകും എന്ന് തന്നെയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വീക്ഷണം. അതിനാണ് നമ്മൾ ഹദീസും ഖുർആനും പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. ഇനി ഇൻഷാ അല്ലാഹ് അങ്ങനെ ജിന്ന് കൂടിയാൽ ഇറക്കാൻ പറ്റുമോ? നമ്മുടെ അടുത്ത ടോപ്പിക്ക് ജിന്ന് കൂടിയാൽ, ജിന്ന് ഒരാളുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അത് ഇറക്കാൻ പറ്റുമോ, അതിനെന്തെങ്കിലും മാർഗമുണ്ടോ, മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചർച്ചാ വിഷയം. അത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഹദീസുകൾ തെളിവാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിന്നുബാധയേറ്റ ഒരു ഭ്രാന്തനെ കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന്റെ പുറത്തടിച്ചുകൊണ്ട് ഉഖ്റുജാദിവല്ല എന്ന് പറഞ്ഞ സംഭവം, അതുപോലെ തന്നെ മറ്റൊരുത്തനെ കൊണ്ടുവന്നപ്പോൾ നബി തങ്ങൾ അവന്റെ തുപ്പിയിട്ട് അവനെ തുപ്പിക്കൊണ്ട് ഉഖ്റുജാദിവല്ല എന്ന് പറഞ്ഞ് ഈ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ശൈത്താനെ പിശാചിനെ പുറത്താക്കിയ സംഭവം, ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ ഉദ്ധരിച്ചിരുന്നു. ഇനി മറ്റൊരു സംഭവം സുഹൃത്തുക്കളെ, മറ്റൊരു സംഭവം ആക്കാമുൽ മർജാൻ എന്ന ഗ്രന്ഥത്തില് മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ശിബ്ലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം എന്താണെന്നറിയോ? ഖലീഫ മുത്തവക്കിൽ, നിങ്ങൾ കേട്ടിലാണ്, ഖലീഫ മുത്തവക്കിൽ ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹം ഒരിക്കൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാളെ വിട്ടു. എന്താ വിട്ടത്? ജിന്നുബാധയേറ്റ ഒരു സ്ത്രീ, ജിന്നുബാധയേറ്റ ഒരു സ്ത്രീയുടെ ജിന്നിറക്കാൻ വേണ്ടി ഒരു പെണ്ണിന് ജിന്നുബാധയേറ്റു. അപ്പൊ ഖലീഫ മുത്തവക്കില് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാളെ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ പെണ്ണിനൊന്ന് രക്ഷപ്പെടുത്തി തരണം, എങ്ങനെയെങ്കിലും ഈ പെണ്ണിനൊന്ന് രക്ഷപ്പെടുത്തി തരണം, ജിന്നുബാധയേറ്റിരിക്കുന്നു. അങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ദൂരം നിന്നപ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? മൂപ്പർ പോയില്ല, മഹാനവറുകൾ പോയില്ല. പക്ഷെ എന്ത് ചെയ്തു? വേറെ ആളെ പറഞ്ഞിട്ട് എങ്ങനെയാ പറഞ്ഞിട്ടെന്നറിയോ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മരത്തിന്റെ രണ്ട് ചെരുപ്പ്, മരം കൊണ്ടുണ്ടാക്കിയ ചെരുപ്പ്, അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, പഴയ കാലത്തൊക്കെ ഉപ്പുമാരൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മെതുകടി എന്ന് പറയില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയാന്നറിയാം? ഞങ്ങളുടെ നാട്ടിലൊക്കെ മെതുകടി, മിസ്വടി എന്നൊക്കെ പറയും. ഇപ്പൊ അത് കാണാനേ ഇല്ല. പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിലെ ഈ അത് വിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു മെതിയടി. എന്തായാലും വേണ്ടില്ല, ചെറിയ വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. മെതിയടി അത് ഏകദേശം ശരി തന്നെ. കാരണം ഇത് പറയാൻ പേടിയാ, കാരണം ചിലപ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഞങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ കച്ചത്തെറിയല്ല, അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഏകദേശമൊക്കെ എല്ലാവർക്കും റെഡി തന്നെ, സംഗതി എല്ലാവർക്കും മനസ്സിലായല്ലേ? ഇപ്പൊ അത് കാണാനേ ഇല്ല. പഴയ കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഉമ്മാർക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പഴയ കാലത്ത് ഈ സാധനം. നമ്മളത് കൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തലകുത്തി താഴെ വീഴും, അല്ലെ? മരം കൊണ്ടുണ്ടാക്കുന്നതാണ്. അതിന് സ്പെഷ്യലി എക്സ്പെർട്ടായ ചില ആശാരികളുണ്ട്. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പഴയ ആശാരി, മൂപ്പറിന്റെ ജോലി തന്നെയാണ്. മൂപ്പരെ കൊട്ട് പറഞ്ഞാലും മൂപ്പറെ സുഖത്തെ മെതിയടി.
അങ്ങനെ ചെന്ന് ചെയ്യും. അതെ അതെ, ഇപ്പൊ സാധനം കാണാനില്ല, ഇനി വീണാനും വീണില്ലെങ്കിലും അതിട്ട് നടക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. പക്ഷെ പഴയ കാലത്തെ പ്രായം ചെന്ന സ്ത്രീകളും പുരുഷന്മാരൊക്കെ അത് ജീവിച്ചിരുന്നു. ഇരിക്കട്ടെ. അപ്പൊ എന്ത് ചെയ്തു? മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അങ്ങനത്തെ 2 ചെരുപ്പ് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീന്റെ വീട്ടിലാണ് ഈ പെൺകുട്ടിയുള്ളത്. അമീറുൽ മുഅ്മിനീന്റെ വീട്ടിൽ ചെന്നിട്ട് ആ പെൺകുട്ടിയുടെ തലയുടെ സമീപത്തിരുന്നുകൊണ്ട് ജിന്നിനോട് ഇപ്രകാരം പറയണം. എന്താ പറയേണ്ടതെന്നറിയോ? എന്താ പറയേണ്ടത്? എടാ ശൈത്താനെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഈ പറഞ്ഞു വരുന്ന ആളോട് പറയാണ്, നീ അവിടെ ചെന്നുകൊണ്ട് ആ ജിന്നുബാധ ഏറ്റ പെണ്ണിന്റെ സമീപത്തിരുന്നുകൊണ്ട്, തലയുടെ സമീപത്തിരുന്നിട്ട് പറയണം. എന്ത് പറയണം? അഹ്മദ് ബിൻ ഹംബൽ നിന്നോട് പറയാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്താ പറയേണ്ടത്? ഒന്നുകിൽ ഈ സ്ത്രീയുടെ ശരീരത്തിൽ നീ പുറത്തു പോവുക, അല്ലെങ്കിൽ ഈ ചെരുപ്പ് കൊണ്ട് 70 അടി നിന്നെ അടിക്കും. ഒന്നുകിൽ ഈ സ്ത്രീയുടെ, ഈ പെണ്ണിന്റെ ശരീരത്തിൽ നീ പുറത്തിറങ്ങി പോകണം, അല്ലെങ്കിൽ നിന്നെ 70 അടി അടിക്കും. അഹ്മദ് ബിൻ ഹംബല പറയുന്നത്. എന്താണ് ഇവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. പോയില്ലേ അല്ല അടി കിട്ടി ഉറപ്പാണ്, അല്ലെങ്കിൽ ഇറങ്ങിപ്പോണം. ഇങ്ങനെ പറയാൻ വേണ്ടി ഒരാളെ പറഞ്ഞു. അപ്പൊ 2 മരത്തിന്റെ 2 ചെരുപ്പ് കൊണ്ടാണ് പറഞ്ഞു വിടുന്നത്. പിശാച് ബാധയേറ്റ പെണ്ണിന്റെ തലയുടെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ പറയണം എന്ന് പറയാൻ അഹ്മദ് ബിൻ ഹംബൽ ഉണ്ടാവുന്നത്. ഈ ചെന്നാളെന്ത് ചെയ്തു? അപ്രകാരം ചെന്നു സ്ത്രീയുടെ തലക്ക് സമീപത്തിരുന്നുകൊണ്ട് ഇതുപോലെ ചെരുപ്പുണ്ടല്ലോ, 2 ചെരുപ്പുണ്ട്, ഒന്നല്ല, ഇത് കണ്ട് 70 അടി അടിക്കുന്ന പറഞ്ഞേക്കണം. ഇത് പറയേണ്ട താമസം ഈ ജിന്ന് ബാധയേറ്റ പെണ്ണ് പറയണം. അതായത് പെണ്ണ് പറഞ്ഞ അവരുടെ നാവിലൂടെ പിശാച് പറയാണ്. എന്താ പറഞ്ഞത്? ഞാൻ അനുസരിക്കാം, ഞാൻ അനുസരിക്കാം, ഞാൻ ഇറങ്ങിപ്പോകാം. അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുകയാണെങ്കിൽ ഇറാഖിൽ നിന്ന് തന്നെ ഞങ്ങൾ പോയിക്കൊള്ളാം. ഇറാഖിൽ താമസിക്കരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഇറാഖിൽ നിന്ന് തന്നെ ഞങ്ങൾ മാറിക്കൊള്ളാം. കാരണം എന്താണ്? അഹ്മദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ അനുസരിക്കുന്ന വ്യക്തിയാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ അനുസരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകാം. അദ്ദേഹം ഞങ്ങളോട് ഇറാഖിൽ താമസിക്കരുത് എന്ന് പറഞ്ഞാൽ ഇറാഖിൽ നിന്ന് പോലും ഞങ്ങൾ പോകാൻ തയ്യാറാണ് എന്ന് ആ സ്ത്രീയുടെ നാവിലൂടെ ജിന്ന് മറുപടി പറഞ്ഞു. താമസിയാതെ തന്നെ ആ സ്ത്രീയിൽ നിന്ന് ജിന്ന് പുറത്തുപോയി. അവൾ സുഖപ്പെടുകയും വളരെ സന്തോഷത്തോടുകൂടി സാധാരണ നോർമലായി മാറുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഇനി ഇതിനെ തന്നെ ഇത് മാത്രമല്ല, ഇനി കേട്ടോ, അങ്ങനെ എന്ത് ചെയ്തു? പിന്നീട് ആ പെണ്ണ് നല്ല സുഖമായി ജീവിച്ചു. അവർ പിന്നെ അല്ലാഹു ജീവിതത്തിലേർപ്പെട്ടു, സന്താനങ്ങളുണ്ടായി, മരണം വരെയും ആ സ്ത്രീക്ക് പിന്നെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അങ്ങനെ ഇമാമ മരണം വരെയല്ല, പിന്നെ കുറെ കാലം അങ്ങനെ ജീവിച്ചു സുഖമായിട്ട്. കുറെ കാലം കഴിഞ്ഞ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായി കഴിഞ്ഞപ്പോ ഈ ജിന്നെന്ത് ചെയ്തു? വീണ്ടും അവരിലേക്ക് തിരിച്ചു വന്നു. കുറെ കാലത്തേക്ക് ഒരു കുഴപ്പമില്ല, നല്ല സുഖമായി ജീവിച്ചു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലം മരണത്തോളം ഒരു കുഴപ്പമില്ലായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ഈ ജിന്നെന്ത് ചെയ്തു? വീണ്ടും ഈ സ്ത്രീയിലേക്ക് വന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മുത്തവക്കിൽ എന്ത് ചെയ്തു? ഖലീഫ മുത്തവക്കിൽ തന്നെയാണ് അന്നും. അദ്ദേഹം വീണ്ടും പിന്നെ അന്ന് ജീവിച്ചിരുന്ന അബൂബക്കർ മർവസിയിലേക്ക് ആളെ വിട്ടു. ഒരു സ്ത്രീക്ക് പെണ്ണിന് ജിന്ന് കൂടിയിരിക്കുന്നു, എങ്ങനെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഏൽപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോ അബൂബക്കർ മർവസി എന്ത് ചെയ്യുന്നറിയോ? അബൂബക്കർ മർവസി നേരത്തെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചെയ്ത പരിപാടി ഓർമ്മയുണ്ട്. മഹാനവറുകൾ മൂപ്പരം ചെയ്തു. മൂപ്പർ ഇതുപോലെ തന്നെ 2 ചെരുപ്പൊക്കെ എടുത്തിട്ട് പെണ്ണിന്റെ അടുക്കലേക്ക് സംഗതി രസമുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? 2 ചെരുപ്പൊക്കെ എടുത്ത് സ്ത്രീയുടെ സമീപം ചെന്നിട്ട് സംസാരിച്ചു. എന്ത്? മര്യാദക്ക് ഇറങ്ങിപ്പോയിക്കോ, ഇല്ലെങ്കിൽ ഇപ്പൊ അടിക്കുന്നു. അപ്പൊ പെണ്ണിന്റെ മറുപടി എന്താണെന്നറിയോ? പിശാചിന്റെ മറുപടി എന്താണെന്നറിയോ? ഞാൻ പോവില്ല, നീ പറയുന്നത് ഞാൻ അനുസരിക്കില്ല. അഹ്മദ് ബിൻ ഹംബൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. നീ പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. അതാ പിശാചിന്റെ മറുപടി. സുബ്ഹാനല്ലാഹ്. ഇന്നിറങ്ങിയില്ല. വെറുതെ അല്ല മൗലവി ഇറക്കിയിട്ട് പോണ ഷെയ്ത്താനെന്ന് തിരിച്ചു പറഞ്ഞാൽ എന്താ ഇതുകൊണ്ട. അപ്പൊ അതാണ് സംഭവം സുഹൃത്തുക്കളെ. നമ്മൾ മനസ്സിലാക്കി. ഇതിനൊക്കെ തെളിവുണ്ട്. മനസ്സിലായില്ലേ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയി. ഇനി ഇറങ്ങി അടിച്ചിട്ട് ഇറക്കാം. അത് നമ്മൾ ഇനി പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അടിച്ചാൽ ഇറങ്ങിപ്പോകുന്ന ജിന്നുകളുണ്ട്, എത്ര കിട്ടിയാലും പോകാത്തതുണ്ട്. ജിന്ന് പല സീസൺ ഉണ്ട്. നല്ല മല്ലന്മാർ കൂടുതൽ മൊഷഡ് കൂടിയ സീസൺ ഉണ്ട്. അതിനെ പെട്ടെന്ന് ഇറക്കാൻ പറ്റില്ല, കുറച്ച് പണിയാ. മനസ്സിലായില്ലേ? ചിലപ്പോൾ തിരിച്ചടിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും പിന്നീട് അഹ്മദ് മർവസി അതുപോലെ തന്നെ ചെരുപ്പെടുത്ത് ചെന്ന് ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് ജിന്നിറക്കാൻ ശ്രമിച്ചപ്പോൾ ജിന്നെ മറുപടി ഇങ്ങനെയായിരുന്നു.
നീ പറയുന്നത് ഞാൻ അനുസരിക്കില്ല എന്നില്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ അനുസരിച്ചല്ല, അദ്ദേഹം അല്ലാഹുവിനെ അനുസരിക്കുന്ന ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ അനുസരിക്കാൻ ഞങ്ങളോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇറങ്ങിയത്. ഇത് മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ശിബ്ലി റളിയല്ലാഹു അൻഹു തന്റെ അഹ്കാമുൽ മർജാൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ ഉദ്ധരിച്ച ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, പിശാചുക്കളെ ജിന്നുകളെ വഴിപ്പെടും, കേൾക്കും ആരെ അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന സ്വാലിഹ്യങ്ങൾക്ക് അതിന് കഴിയും. അങ്ങനെ ധാരാളം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ, ജിന്നായാലും പിശാചായാലും ഒക്കെ അള്ളാഹുവിനെ സൃഷ്ടിയാണ്. പക്ഷെ അവര് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ അവർക്കും പേടിയാണ്. അതുകൊണ്ടാണ് ആ രീതിയിൽ ജീവിക്കണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അവർക്ക് ഇതിനെന്തെങ്കിലും വഴിപ്പെടും, അവർ പറഞ്ഞാൽ അനുസരിക്കുകയും ചെയ്യും. ഇനി ചില ജിന്നുകൾ ചിലപ്പോൾ നല്ല വിക്രി ഖുർആൻ പാരായണം ചെയ്തു അതുപോലുള്ള ഉപദേശങ്ങൾ ചെയ്താലൊക്കെ ചില ജിന്നുകളൊക്കെ ഇറങ്ങിപ്പോകും. ചെറിയ സൈസൊക്കെ ആണെങ്കിൽ അതിനാണ് നമ്മൾ മന്ത്രിക്കുന്നത്. അതൊക്കെ സാധാരണക്കാർ ചെയ്താലും ചിലപ്പോൾ ശരിയാകും. കാരണം ആ ഓടുന്ന ഖുർആന്റെ മഹത്വം കൊണ്ട് അല്ലെങ്കിൽ ആ വിക്രിന്റെ മഹത്വം കൊണ്ട് അതിന്റെ ഫലം കൊണ്ട് ചെയ്യും ചില സാധനങ്ങൾ ചിലവ് ചെയ്യും, അതുകൊണ്ട് ഇറങ്ങിപ്പോകും. അതാണ് സാധാരണ നിലക്കുള്ള തത്സമാത്തിന്റെയും മന്ത്രവാദത്തിന്റെയും ആളുകൾ ചിലപ്പോൾ അങ്ങനെ ഇറക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരുടെ കഴിവല്ല, അവരോതുന്ന ആ ഖുർആന്റെയോ അല്ലെങ്കിൽ വിക്രിന്റെയോ അതുപോലുള്ള മറ്റ് ഫലം ആക്കാറുള്ള വിചാരത്തോടു കൂടി ചെയ്യുന്ന മന്ത്രങ്ങളുടെയൊക്കെ ഫലമായിട്ട് ചിലതൊക്കെ ഇറങ്ങിപ്പോകും. ഇനി എത്ര ചെയ്താലും ഇറങ്ങി പോകാത്തതുണ്ട്. ചിലപ്പോൾ ചെയ്യും. നമ്മൾ കണ്ടിട്ടുണ്ട്, ഞാനിപ്പോ പറയാം, ഈ നമ്മൾ മന്ത്രവാദം നടത്തുന്ന തത്സമാത്തിന്റെ ആളുകളുടെ കൂടെ പോയാൽ കാണാം അടി ഇടിയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചിലപ്പോ പറയും, ആ വൈക്കോളാന്നൊക്കെ പറയും, പക്ഷെ പിന്നെ അവിടെ തന്നെ ഉണ്ടാവും. അതെ അതെ, ലോക്കലൊക്കെ ഇറങ്ങിപ്പോകും, കൂടിയ സീസണിൽ ഇറങ്ങില്ല. അപ്പൊ ചിലതുണ്ട് ഈ പോകില്ല, തൽക്കാലം മാറി എന്നാലും പിന്നെയും വീണ്ടും വരും. ഇത് കിതാബുൽ നുബുവത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പൊ സാധാരണ നിലക്കുള്ള സാധാരണ ജിന്നുകൾ, വലിയ മർക്കടമിക്ക് ഇല്ലാത്ത ജിന്നുകൾ എന്ത് ചെയ്യും? അവര് ഈ പറഞ്ഞ ഖുർആൻ കൊണ്ടോ അതല്ലെങ്കിൽ അതുപോലുള്ള വിക്രികളൊക്കെ കൊണ്ടോ ചിലപ്പോൾ ഇറക്കാൻ കഴിഞ്ഞേക്കും. മറ്റൊരു സംഭവം സുഹൃത്തുക്കളെ, മുസ്ലിം അബിയാല ഉദ്ധരിക്കുന്നുണ്ട്. ബോധം ഇല്ലാതെ ചെവിയിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്തോ മന്ത്രിച്ചു. ഒരിക്കല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ബോധമില്ലാതെ വീണ ഒരാളെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു എന്തോ മന്ത്രിക്കേണ്ട താമസം അയാൾക്ക് ബോധം തെളിഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ എന്താണ് അയാളുടെ ചെവിയിൽ ഊരിയെന്ന് ചോദിച്ചു, എന്താണ് മന്ത്രിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ സൂറത്തുൽ മുഅ്മിനൂനയിലെ അഫഹസിബതും അന്നമാ ഖലഖനാകും അബതാ അന്നകും ഇലൈനാ ലാ തുർജഊൻ എന്ന് തുടങ്ങുന്ന ആയത്ത് മുതൽ ആ അധ്യായം അവസാനിക്കുന്നവരെ ഓതി എന്നിട്ട് ഞാൻ മന്ത്രിച്ചു ഊതി എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോ ആ ഖുർആൻ ഓതിക്കൊണ്ട് ചെയ്തു, അദ്ദേഹത്തിന് ബോധമുണ്ടായി, അദ്ദേഹത്തിന്റെ ആ ഒരു ദുരത കൊണ്ട് മാറി. അപ്പൊ ഏതായാലും ഖുർആൻ കൊണ്ട് അതുപോലെ വിക്രുകളെ കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് അല്ലാഹുവിന്റെ ഹദീസ് പഠിപ്പിച്ച മറ്റു രീതിയിലുള്ള ശരഈയായ മന്ത്രങ്ങളെ കൊണ്ട് ഈ പറഞ്ഞ പിശാചുക്കളെയും ജിന്നുകളെയും ഒക്കെ ഇറക്കാൻ കഴിയും. ചിലത് ചെറിയ നോർമലായ ചികിത്സ കൊണ്ട് തന്നെ പോകും, ചിലത് പോകില്ല. അങ്ങനെ പോകാത്തതിന് ചിലപ്പോൾ ചെയ്യും. അതുപോലെ പ്രഗത്ഭരായ ഡോക്ടർമാർ വേണ്ടിവരും. അവിടെയാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പോലുള്ള മഹാന്മാരുടെ ചരിത്രം നമുക്ക് തെളിവായി വരുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി അതോടൊപ്പം നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ ജിന്ന് കൂടുക, ജിന്ന് ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതിന്റെ ഒക്കെ പേരിൽ തട്ടിപ്പുണ്ടാവും. ഈ ജിന്ന് കൂടൽ തട്ടിപ്പുണ്ട്, ജിന്ന് ഇറക്കലും തട്ടിപ്പുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ചില പെണ്ണുങ്ങൾക്കൊക്കെ ജിന്ന് കൂടല. ഇവർക്ക് ജിന്ന് കൂടിക്കഴിഞ്ഞാൽ ചില ആളുകൾ ഞങ്ങളുടെ നാട്ടിലൊന്നും ഒരു പെണ്ണുമില്ല. ഇവർക്ക് ജിന്ന് കൂടുന്നപ്പോഴാണെന്നറിയാം, നല്ല കാജാവീടി കത്തിച്ച് വായി വെച്ച് കൊടുക്കുന്നതാണ് ജിന്ന് കൂടൽ. എന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ പറയും, ഇഷ്ടംപോലെ ആളുകൾ ചെല്ലും. അങ്ങനത്തെ പരിപാടി ആ ജിന്ന് നമുക്ക് കിട്ടില്ല. വേറെ ചെറുപ്പക്കാരുണ്ട്, ചെക്കനുണ്ട്, 10-12 വയസ്സുണ്ട് ഒരു കുട്ടി. അവര് വാപ്പ തന്നെ വീഡിയോ എത്തിച്ചിട്ട് വായി വെച്ച് കൊടുക്കണം. വാപ്പ ചുണ്ടിൽ വെച്ചിട്ട് കാജാവീടിക്ക് തീ കൊളുത്തിയിട്ട് മോന്റെ വായിൽ വാപ്പ വെച്ച് കൊടുക്കണം. അപ്പോഴാണ് ഈ മോന് ജിന്നുകൾ. ഇങ്ങനത്തെ ചില ജിന്നുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അതിനൊക്കെ നല്ല പൊട്ടിക്കൽ കൊടുക്കണം, ആ ജിന്നിനെ തന്നെ പൊട്ടിച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? എന്താ ചെയ്യാ? അപ്പൊ അങ്ങനെ ചിലർക്ക് ഏർപാടിന്റെ കൂടുതലുണ്ടാവും, ചിലർക്ക് അവിടുത്തെ കൂടുതലുണ്ടാവും, ചിലർക്ക് ഇവിടുത്തെ കൂടുതലുണ്ടാവും. ഇതൊക്കെ തട്ടിപ്പാ. മനസ്സിലായില്ലേ? അതൊക്കെ തട്ടിപ്പാ, ഒരു സംശയമില്ല. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിന്റെ ഇനി ചില ആളുകളുണ്ട് ചെയ്യാ ചികിത്സിക്കുക. അതൊരിക്കലും നല്ലതല്ല, അത് നമുക്ക് ശറഅ് അംഗീകരിച്ച കാര്യമല്ല. അല്ലാമ ഖുർദി റളിയല്ലാഹു അൻഹു തന്റെ ഫത്വാവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനത്തെ ഈ സംഭവം. ജിന്നിനെ സേവിച്ച് തന്റെ കൂടെ നിർത്തിയിട്ട് എന്നിട്ട് ജിന്നുകളെ കൊണ്ട് ചികിത്സിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് സംബന്ധമായി മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു തന്നെ തന്റെ ഫത്വാവൽ ഹദീസിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വമദ്ഹബുനാ ഫീ ദാലിക അന്ന കുല്ല അസീമത്തിൻ മഖ്റൂഅത്തിൻ ഔ മക്തൂബത്തിൻ
إن كان فيها اسم لا يعرف معناه فهي محرمة الكتابة والقراءة سواء في ذلك المشروع وغيره وإن كانت العزيمة أو الرقية مشتملة على أسماء الله تعالى وآياته والإقسام به وبأنبيائه وملائكته جازت قراءتها على المشروع وغيره وكتابتها كذلك وما عدا ذلك من التبخيرات والتبخيرات ونحوها مما اعتاده السحرة الفجرة الحرام الصرف بل الكبيرة بل الكفر بتفصيله المشهور عندنا ومطلقا عند مالك وغيره. കണ്ടോ എന്തായി പറഞ്ഞത്? ومذهبنا في ذلك ഈ വിഷയത്തിലുള്ള നമ്മുടെ അഭിപ്രായം أن كل عزيمة مقروءة أو مكتوبة إن كان فيها اسم لا يعرف معناه فهي محرمة الكتابة والقراءة. പാരായണം ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ എഴുതപ്പെടുന്നതോ ആയ ഏത് മന്ത്രവും أن كل عزيمة مقروءة أو مكتوبة إن كان فيها اسم لا يعرف معناه فهي محرمة الكتابة والقراءة. അതിന് അർത്ഥമറിയാത്ത എന്തെങ്കിലും നാമമുണ്ടെങ്കിൽ അർത്ഥമറിയപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതലും വായിക്കലും നിഷിദ്ധമാണ് എന്നാണ് നമ്മുടെ മദ്ഹബ്. മനസ്സിലായില്ലേ? സവാഉൻ ഫീ ദാലികൽ മസ്റൂഉ വഗൈറുഹു ഈ വിഷയത്തിൽ പിശാച് ബാധയേറ്റവരും അല്ലാത്തവരും കണക്കാണ്. അതേസമയത്ത് വൈകാനത്തിൽ അസീമത്തു അബിർറുഖിയ മുസ്തമിലത്തൻ അലാ അസ്മാഇല്ലാഹി തആല വആയാതിഹി വൽഇഖ്സാമി ബിഹി വബിഅംബിയാഇഹി വമലായികതിഹി ജാസത്ത് ഖിറാഅത്തുഹാ അലൽ മസ്റൂഇ വഗൈരിഹി വകിതാബത്തുഹാ കദാലിക. അള്ളാഹുവിന്റെ നാമങ്ങള്, അവന്റെ വചനങ്ങള്, അതുപോലെ അള്ളാഹുവിനെ കൊണ്ടോ അവന്റെ അമ്പിയാക്കൾ മലക്കുകൾ എന്നിവരെ കൊണ്ടോ സത്യം ചെയ്തതായി ഉൾക്കൊള്ളുന്ന മന്ത്രങ്ങള്, ഇതൊക്കെ പിശാച് ബാധയേറ്റവരായാലും അല്ലാത്തവർക്കായാലും അതുകൊണ്ട് മന്ത്രിക്കാവുന്നതാണ്. അപ്പൊ പരിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇസ്മുകള്, അതുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ, അതുപോലെ തന്നെ അമ്പിയാക്കള്, ഇവരെ കൊണ്ടുള്ള സത്യം ചെയ്തുകൊണ്ടുള്ള ദുആകള്, ഇത്തരം വിഷയങ്ങൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, അത് പിശാച് ബാധയേറ്റവരായാലും അല്ലാത്തവർക്കായാലും അതുകൊണ്ട് മന്ത്രിക്കാവുന്നതാണ്. മന്ത്രിച്ച് ഓടുകയും ചെയ്യാം, എഴുതുകയും ചെയ്യാം. അതേ സമയത്ത് ഇതല്ലാത്ത തെമ്മാടികളായ സാഹചര്യങ്ങൾ പതിവായി ചെയ്യുന്ന പുകത്തിക്കലും അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള ഹോമം, കടവന, ഇതൊക്കെ എന്താണ്? അത് ഹറാമാണ് എന്ന കാര്യത്തിൽ തനിച്ച ഹറാമാണ്. അൽ ഹറാമു സിർഫു, തനിച്ച ഹറാമാണ്. ബലിൽ കബീറത്തു എന്ന് മാത്രമല്ല, വൻ പാപമാണ്. ബലിൽ കുഫ്റു ബിതഫ്സീലിഹിൽ മശ്ഹൂർ ഇൻദനാ. അതേസമയത്ത് നമ്മുടെ മദ്ഹബിൽ പ്രസിദ്ധി നേടിയ ശരീരമനുസരിച്ച് കുഫ്റുമാകും. അവിടെയാണ് ചില മന്ത്രവാദികൾ അതുപോലുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ഈ യൂട്യൂബിൽ കഴിഞ്ഞ 1-2 വർഷം മുമ്പ് ആളുകൾ സെർച്ച് ചെയ്തപ്പോ കുറെ മന്ത്രവാദികളെ കാണാൻ കഴിയും. അതിൽ മുസ്ലിങ്ങളുണ്ട്, അല്ലാത്തവരും. ഒരു ചങ്ങാതിയുടെ മന്ത്രം എന്ന് പറഞ്ഞ ആള് അജയർ എന്ന് പറയുന്ന ഒരു നാടൻ കാക്ക. ഇപ്പോഴേക്കും ഇവരുടെ പിതാവിന്റെ പിതാവിലേക്ക് കിട്ടിയ മന്ത്രോത്തരം, മൂപ്പരുടെ മന്ത്രം എന്ന് പറയുന്ന എല്ലാ പരിപാടിയും ഹോമം വരെയുണ്ട്. അപ്പൊ ഇന്റർവ്യൂ ചെയ്യാൻ ചെയ്യുന്ന TV ചാനലുകാരൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ മുസ്ലിമല്ല, ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? അതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ വിശ്വസിക്കുന്ന എന്താ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് രോഗം സുഖപ്പെടുത്തുന്നത്, ഇതുകൊണ്ടല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ അത് പറയാൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ശറഇൽ അനുവദിക്കപ്പെട്ട മന്ത്രം, അവിടെയാണ് വിഷയം. ഇവിടെ വഹാബികൾ മുതലെടുക്കുന്ന എവിടെയാ? വഹാബികൾ പറയും അള്ളാഹുവിന്റെ ഹദീസ് മന്ത്രത്തെ നിഷേധിച്ചിട്ടുണ്ട്, അതിനെ നിഷേധിച്ചിട്ടുണ്ട്, അത് കുഫ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഏതാണ്? അത് നേരത്തെ പറഞ്ഞതുപോലെ അന്നത്തെ വിഗ്രഹങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ അറിയപ്പെടാത്ത ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രങ്ങൾ, അത്തരം വിഷയങ്ങളെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതേസമയത്ത് ഖുർആൻ കൊണ്ടോ അധികാരികളെ കൊണ്ടോ അള്ളാഹുവിന്റെ പേരുകളെ കൊണ്ടോ മന്ത്രിക്കുന്നതിനോ ചികിത്സിക്കുന്നതിനോ യാതൊരു വിരോധവുമില്ല. രണ്ടും കൂടി കൂട്ടിക്കൊടുക്കുമ്പോഴാണ് വിഷയം വരുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിപ്പോ വഹാബികൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. റുഖിയ ശറയ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. മലയാളം പറയുന്നില്ല എന്നല്ലോ. റുഖിയ ശറയ്യ ഇപ്പം ആ വഹാബികൾ പറയാൻ തുടങ്ങി. അപ്പൊ അതന്നെ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പണ്ടേ പറയുന്നത് അതാണ്. എന്ത്? ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള മന്ത്രം അതെന്താണ്? പരിശുദ്ധ ഖുർആൻ കൊണ്ട്, അദ്കാറുകളെ കൊണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച മറ്റുള്ള ദുആകളെ കൊണ്ട്, അത്തരത്തിലുള്ള മന്ത്രം അത് പിശാച് ബാധയായാലും ശരി അല്ലാത്തതായാലും ശരി, മറ്റുള്ളത് ഇനി എന്തിനായാലും ശരി, വേറെ രീതിയിലുള്ള ചികിത്സകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള അർത്ഥമറിയപ്പെടാത്ത അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശാത്തനെ സേവിച്ചിട്ടോ ശൈത്താനെ സേവിച്ചിട്ടോ മറ്റേതെങ്കിലും അമ്പലത്തിലെ പൂജാരികളോ അതുപോലുള്ള കടപ്പെഴുത്തുകാരോ അവരെ പിന്താങ്ങുന്നവരോ അവർ ചെയ്യുന്നതനുസരിച്ച് ചെയ്യുന്നവരോ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായാൽ പോലും അത് തനിച്ച ഹറാമാണ്, കുഫ്റാണ്. അത്തരം ആളുകളുമായി ഒരിക്കലും ബന്ധപ്പെടാൻ പാടില്ല. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വീക്ഷണം.
സുബ്ഹാനല്ലാഹ്. ഇനി മാലിക്കി മദ്ഹബുകാരനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്നെ പറയുകയാണ്, എന്താ പറയുന്നത് സുഹൃത്തുക്കളെ, ഞാൻ നബി സയ്യിദ് അയ്മൻ ലാ യജൂസു ജൂലു അലാ ഇഖ്റാജിൽ ജാന്നി മിനൽ ഇൻസാനി ലിഅന്നഹു ലാ യുറഫു ഹഖീഖത്തുഹു വലാ യുഖഫു അലൈഹി വലാ യൻബഗി ലി അഹ്ലിൽ വറഇ ഫിഅലുഹു വലാ ലിഗൈരിഹിം വഖദൽ ജൂലു അലാ അന്നിൽ മർബൂത്ത് വൽ മസ്ഹൂർ. ഇനി അതുകൊണ്ട് ജിന്നിനെ ഇറക്കാൻ വേണ്ടി ഒരാൾ ചികിത്സിച്ചു, കാശ് മേടിക്കാൻ പറ്റുമോ? അങ്ങനെ വിഷയമാണ്. ഒരാളുടെ പേര് ജിന്നിനെ ഇറക്കല, കാശ് മേടിക്കാൻ പറ്റുമോ? എന്താ അർത്ഥം? മനുഷ്യനിൽ നിന്ന് ജിന്നിനെ ഇറക്കുന്നതിന് പ്രതിഫലം നിശ്ചയിക്കൽ അനുവദനീയമല്ല. ഇത്ര രൂപ തരണം എന്ന് പറഞ്ഞ് കണ്ടീഷനൊന്നും വെക്കാൻ പറ്റില്ല. സംഗതി രോഗം സുഖപ്പെട്ട അവരെന്തെങ്കിലും പരിഗണനകൾ എന്തെങ്കിലും മരിച്ച കുഴപ്പമൊന്നുമില്ല. മറ്റേ എനിക്ക് ഇത്ര അങ്ങനെയല്ല. ചില ആളുകൾ മന്ത്രവാദികൾ ആദ്യം പറയുന്നത് 5000 രൂപ കെട്ടിവെക്കണം, എന്നാൽ ഞാൻ റെഡിയാക്കി തരാം. അത് പാടില്ല. ഇത് പോകുന്നുള്ളതിന് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ ഇവരെയാണെന്നുള്ളതിന് ഉറപ്പുണ്ട്. അപ്പൊ അത് പാടില്ല. കാരണം ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് തുക നിശ്ചയിക്കാൻ പാടില്ല, പ്രതിഫലം നിശ്ചയിക്കാൻ പാടില്ല. അത് ജായിസല്ല, അനുവദനീയമല്ല. മാത്രമല്ല വലാ യംബഗി അഹ്ലിൽ വറഇ ഫിഅലുഹു വലാ ലിഗൈരിഹിം. സൂക്ഷ്മത പാലിക്കുന്നവർക്കും അല്ലാത്തവർക്കും അത് ചെയ്യാൻ യോജിച്ചതുമല്ല. പരമാവധി ഇത്തരം കാര്യത്തിന് ഉൾക്കൊള്ളുന്നത് നല്ലത്. അതാണ് നമ്മുടെ നാട്ടിൽ. നിങ്ങൾ ചിന്തിച്ചിട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, ഞാനിങ്ങനെ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ മന്ത്രവാദികളുണ്ട്, അല്ലെ? മന്ത്രവാദം ഒരു തൊഴിലായി സ്വീകരിച്ചുകൊണ്ട് ഈ മന്ത്രവാദം നടത്തുന്ന എന്റെ അറിവിൽ ഒരു 80-90% ജാഹിലുമാണ്, അല്ലെ? മന്ത്രവാദം ഒരു തൊഴിലായിട്ട് സാധാരണ നമ്മുടെ ആരെങ്കിലും ഉത്സാഹമാരുടെ ഒരു പരിപാടി അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം പറഞ്ഞാൽ ഒന്ന് മന്ത്രിച്ചു കൊടുക്കുന്നു, അത് ഓക്കെ. അതല്ലാതെ ഈ മന്ത്രവാദം ഒരു തൊഴിൽ അതായിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് ആയിട്ട് ഇരിക്കുന്നവർ, അവിടെ എല്ലാ വിഭാഗം ആളുകളും വരും. ചിലര് ചെയ്ത് അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ സൂക്ഷ്മതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മത പാലിക്കുന്നവർക്കും അല്ലാത്തവർക്കും എന്താണ് അത് ചെയ്യൽ അത്ര യോജിച്ചതുമല്ല. മാത്രമല്ല വഖദൽ ജുഹൂദു അലാ ഹല്ലിൽ മർബൂത്തി വൽ മസ്ഹൂരി, സിഹറിന് വിധേയമായവര് അവരെ ചികിത്സിക്കുന്നവര് പ്രതിഫലം നിശ്ചയിക്കുന്നതും ഇതുപോലെ തന്നെയാണ്. പ്രതിഫലം നിശ്ചയിക്കാൻ പാടില്ല. ഏതെങ്കിലും അറിയാവുന്ന നല്ല ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ സ്വലാത്ത് കൊണ്ടോ ദിക്ർ കൊണ്ടോ ഒക്കെ എന്തെങ്കിലും രോഗം സുഖപ്പെടുത്തിയതിനുള്ള ചികിത്സ നിർദ്ദേശിച്ചു കൊടുത്തു, അതുകൊണ്ട് സുഖപ്പെട്ടാൽ അവരെന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കാം. അതല്ലാതെ പ്രതിഫലം നിശ്ചയിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് ഫഖാവുൽ ഹദീസിൽ പറയുന്നത്. അപ്പൊ അതാണ് ജിന്ന് കൂടലും ജിന്ന് ഒളിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ നമുക്ക് സംസാരിക്കാൻ. ഇനി ജിന്ന് കാണുക എന്നുള്ളതാണ്. ജിന്നിനെ കാണാൻ പറ്റുമോ? അതൊരു വലിയ വിഷയം. ജിന്നിനെ കാണാൻ പറ്റുമോ? ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു സംഭവം പറഞ്ഞു. അതുപോലെ വേറെ 1-2 സംഭവങ്ങൾ ഒരു മുത്തവാത്തരായി കിട്ടിയ റിപ്പോർട്ടാണ്. അത് കാണുക എന്ന് പറഞ്ഞാൽ ജിന്നിനെ അതിന്റെ വിഷയം ഞാൻ പറയാം, അതിനുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം വിഷയം സംസാരിച്ചപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. അതുപോലെ നമ്മുടെ ഈ പഴയ കാലത്തുള്ള പള്ളികളിൽ, പുരാതനമായ പള്ളികളിൽ, പ്രസിദ്ധമായ പള്ളികളിലൊക്കെ അത്തരത്തിലുള്ള പല അനുഭവങ്ങൾ പള്ളികളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊരു അനുഭവം ഒരാള് അദ്ദേഹത്തിന്റെ മാതാവിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഉപ്പാപ്പയെ കുറിച്ച് ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവം. മനസ്സിലായില്ലേ? അതായത് ഒരു ദിവസം ഇപ്പോഴെപ്പോഴും സുബഹിക്ക് വളരെ കൃത്യമായി പള്ളിയിലെത്തുന്ന ആളാണ്. സുബഹിക്ക് വളരെ കൃത്യമായി പള്ളിയിലെത്തുന്ന ആളാണ്. അതേ സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് പഴയകാലത്ത്. അങ്ങനെ ഒരു ദിവസം മൂപ്പരം ചെയ്തു. സാധാരണ സുബഹി വാങ്ങിക്കുന്നതിന് മുമ്പ് അല്പസമയം മുമ്പാണ് 4 മണിക്കാണ് പള്ളിയിൽ പോകാറുള്ളത്. അന്ന് സമയം തെറ്റിയിട്ടുണ്ട്, മൂപ്പരം 3 മണിക്ക് പള്ളിയിൽ പോയി. അങ്ങനെ സംഭവിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊണ്ട് എന്റെ കൂടെയുള്ള മുസ്ലിം കയറിയിട്ട് 4 മണിയായപ്പോൾ 4:30 വാങ്ങിയിരുന്നു. 4:30 ഇപ്പോൾ സുബഹാന കൊടുത്തു. സുബഹാന ഞാൻ ചാടി എനിക്ക് കുറച്ചെന്തിനാണ് ഉറങ്ങിപ്പോയി. അലാറം വെച്ചിരുന്നല്ലോ, കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോ പെട്ടെന്ന് പിന്നെ മൊബൈലിൽ നോക്കുമ്പോ 32 സമയം മിനിറ്റ് സൂചി 32-ലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു 5:20 വാങ്ങാം. അപ്പൊ 5:32 ചാടി എഴുതിപ്പോ ഓരോക്കെ എടുത്ത് പള്ളിച്ച് നോക്കുമ്പോ ടൈം നോക്കുമ്പോ സുബഹാനല്ലാഹ് 4:30 ആയിട്ടുള്ളൂ. ബാങ്ക് 5:22. ഈ കാക്ക ഉറക്കത്തിൽ വിളിച്ചു കൊടുത്താൻ പക്ഷേ ഇറങ്ങാക്കാൻ. അപ്പൊ അങ്ങനെ സംഭവിക്കും. ചിലപ്പോ ഉറക്കത്തിൽ തപ്പിപ്പിച്ച് നീക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് സൂചി മിനിറ്റ് സൂചി മാത്രമേ നോക്കൂല, മണിക്കൂർ അവിടെ നോക്കൂല. അങ്ങനെ സംഭവിക്കാൻ ചിലപ്പോ. എന്നതുപോലെ നമ്മുടെ ഈ കഥാപാത്രം ചെയ്ത് 3 മണിക്ക് പോകേണ്ട 4 മണിക്ക് പോകേണ്ടത് ഒരു ദിവസം 3 മണിക്ക് പള്ളി എത്തി. അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ പ്രശസ്തമായ ഒരു പള്ളിയാണ് കോട്ടൂർ പള്ളി. നിങ്ങൾ കേട്ട് കാണും, കോട്ടൂർ കാട്ടുപുറം പള്ളി എന്ന
വടുതലയിൽ 2 പ്രശസ്തമായ പള്ളികളാണ്. വടുതല എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു ഗ്രാമമാണ്. അതിന്റെ കിഴക്കേറ്റത്തൊരു പള്ളി, പടിഞ്ഞാററ്റത്തൊരു പള്ളി, രണ്ടും കായൽ തീരത്താണ്. കിഴക്കൊരു കായലുണ്ട്, പടിഞ്ഞാറൊരു കായലുണ്ട്, 2 കായൽ തീരത്താണ് 2 പള്ളി. കോട്ടൂപ്പള്ളി എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ പ്രശസ്തമായ പള്ളിയാണ്. ബുഖാരി കബീലയിൽപ്പെട്ട മഹാനായ മൗലവി ബുഖാരി മഹാനവറുകൾ പണിത പള്ളിയാണ് കാട്ടുപുറം കോട്ടൂപ്പള്ളി. അതുപോലെ തന്നെ പ്രശസ്തമായ പള്ളിയാണ് കാട്ടുപുറം പള്ളി. രണ്ടുമുണ്ട്. കോട്ടൂർ കാട്ടുപുറം പള്ളി ജമാഅത്ത് എന്നറിയപ്പെടുന്നത്. രണ്ടും ഒറ്റ പേരിലാണ് ഒരു കമ്മിറ്റിയാണ്. അതെ അതെ അതെ. അന്ന് ലൈറ്റ് വിളക്കൊന്നും ഇല്ലാത്ത കാലമല്ല. പാട്ടവിളക്കും ചുമട് വിളക്കൊക്കെ നമ്മൾ മിക്കവാറും പള്ളികളിലൊക്കെ ഉണ്ടാവുന്നത്. അതെ അതെ. നിലവിളക്കായിരിക്കും മിക്കവാറും പള്ളിയിലൊക്കെ നമ്മൾ പൊന്നാനി പള്ളിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഏതായാലും മൂപ്പരെന്ത് ചെയ്തു, കുറച്ച് നേരത്തെ ഒരു ദിവസം 3 മണിക്ക് പള്ളിയിലെത്തി നോക്കുമ്പോ പള്ളിയുടെ അന്ന് പിന്നെ അങ്ങനെ അന്നത്തെ പഴയകാലത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഇന്നും അങ്ങനെ തന്നെയാണ്. ആ പള്ളി ഇന്നും അതിന്റെ അസലിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അകത്ത് മെയിൻ പള്ളി ഉണ്ടാകും, അതിന്റെ 2 ചരിവിലേക്കും ഇങ്ങനെ ചരിവുണ്ടാവും. വലത്തെ ചരിവ്, ഇടത്തെ ചരിവ്. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ അത് പള്ളിയായിട്ട് വഖഫ് ചെയ്തിട്ടുണ്ടാവില്ല. ഇനി ആളുകൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ പ്രദേശം. അങ്ങനെ പള്ളിയുടെ ആ മെയിൻ പള്ളിയുടെ 2 ചരിവ്. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ മൂപ്പര് പള്ളി ചെന്ന് നോക്കുമ്പോൾ എന്തുണ്ട്, വലത്തെ ചെരുവിൽ കുറെ ആളുകൾ ഇന്നിങ്ങനെ നിസ്കരിക്കുന്നു. വലിയ ജമാഅത്താ, കുറെ ആളുകൾ ഇന്നിങ്ങനെ നിസ്കരിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് എന്തോ ഒരു ധാരണ ഉണ്ടാവും. മൂപ്പരം ചെയ്തു, ഒന്നും മിണ്ടില്ല. മൂപ്പര് ഇടത്തെ ചെരുവിൽ പോയിട്ട് മൂപ്പര നിസ്കാരം കഴിഞ്ഞിട്ട് മൂപ്പരയുടെ തസ്ബീഹൊക്കെ ചൊല്ലി അവിടെ എങ്ങനെ ഇരുന്നു. മനസ്സിലായില്ലേ? ഇടത്തെ ചെരുവിൽ തസ്ബീഹും ചൊല്ലി സുബഹ് വരെ അവിടെ ഇരുന്നു. മറ്റവരെന്ത് ചെയ്തു, ജമാഅത്ത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ അവരായിട്ട് കാണാനില്ല. ഒരു വലിയ സംഘം ഉണ്ടായിരുന്നു, അവരങ്ങനെ തന്നെ പോയി. അപ്പൊ ഇത് കണ്ട വ്യക്തി, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം പിന്നെ വന്ന് തന്റെ മകളോട് അല്ലെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞ ആ സംഭവം അവരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഈ കോട്ടൂർപ്പള്ളിയുടെ അടുത്ത് മുമ്പ് താമസിച്ചിരുന്ന അവിടുത്തെ പഴയ കാലത്ത് മുഅദ്ദിനായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇതുപോലെ തന്നെ പള്ളിയിൽ ചെന്നപ്പോൾ രാത്രി സുബഹിക്ക് വാങ്ങിയെടുക്കാനായിട്ട് ഒരാൾക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ വലിയ ജമാഅത്ത് നടക്കുന്നു. അപ്പൊ ഇത്തരം ചെയ്തു, വേറെ ഒന്നും ചിന്തിച്ചില്ല, ഇവരുടെ കൂടെ പോയി ജമാഅത്തിൽ കൂടി. ജമാഅത്ത് കഴിഞ്ഞ് സലാം വീട്ടിയപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളെ കണ്ട വിവരം ആരോടും പറയരുതെന്ന്. ഞങ്ങളെ കണ്ട വിവരം ആരോടും പറയരുതെന്ന് പറയും. ഇപ്പൊ അങ്ങനെയല്ല, നമ്മുടെ മനുഷ്യന്മാർക്ക് അങ്ങനെയല്ലേ, പറയരുതെന്ന് പറഞ്ഞാൽ പിന്നെ അത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇവര് പിന്നെ ഇറങ്ങി എല്ലാവരോടും ഞാൻ പറയാറ്. സുബ്ഹാനല്ലാഹ്. ഏകദേശം അന്ന് ഒരു ദിവസം മൂപ്പർ പൂർത്തിയായില്ലെന്ന് മകനുമോട് കൂടി മൂപ്പർ മരണപ്പെടുകയും ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ ഇതൊക്കെ എന്താണ്, കാണുമ്പോൾ മനുഷ്യക്കോലത്തിൽ. അപ്പൊ ജിന്നുകളെ കാണൂല എന്ന് പറഞ്ഞാൽ അവരുടെ ഒറിജിനൽ രൂപത്തിൽ കാണൂല എന്നുള്ള അർത്ഥത്തിലാണ്. മനുഷ്യരൂപത്തിൽ കാണാം, മറ്റു പല രൂപത്തിൽ കാണും, പക്ഷെ നമ്മൾ മനസ്സിലായില്ലേ? ചിലപ്പോഴൊക്കെ ഉണ്ട്, ചിലപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിന്നെ പഴയ കാലത്തൊക്കെ ഈ പള്ളികളിൽ പിന്നെ കുളം, പഴയ പുരാതന പള്ളിയിലൊക്കെ ഉണ്ടാവും, പിന്നെ കുളമായിരിക്കും, കുളത്തിലേക്ക് ഉണ്ടാവും. കുളത്തിന് ഭയങ്കര ശബ്ദം കൊടുക്കും, വെള്ളം ഇങ്ങനെ ഉണർത്തുന്ന ശബ്ദം, സംസാരിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കും, പക്ഷെ ചെന്നുമൊക്കെ ആരും കാണില്ല. അപ്പൊ അങ്ങനെയൊക്കെ പല അനുഭവങ്ങൾ പഴയ കാലത്ത് ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് വിശ്വാസയോഗ്യമായ റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ കണ്ടു എന്ന് പറയുന്നത് ഏതാണ്, ഈ അർത്ഥത്തിലാണ്. മനുഷ്യരൂപത്തിൽ അവർ വന്ന് പള്ളിയിലൊക്കെ നിസ്കരിക്കുന്നതും അല്ലെങ്കിൽ അതുപോലെ പിന്നെ വരുന്നതും പോകുന്നതും ഒക്കെ അതിന്റെ ഒരു അടയാളങ്ങൾ, അഫറുകൾ, അലാമത്തുകൾ ഇങ്ങനെ പലരും കണ്ടിട്ടുണ്ട്. അതാണ് കേട്ടോ. അപ്പൊ ഏതായാലും ജിന്നിനെ അവരുടെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ പറ്റൂല എന്ന് തന്നെയാണ്. അവരുടെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ പറ്റില്ല. അതാണ് ഖുർആൻ പറയുന്നത്. സൂറത്തുൽ അറാഫിൽ പറയുന്നുണ്ട്, ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. ഇന്നഹു യറാകും, നിശ്ചയം അവനും അവന്റെ വർഗ്ഗങ്ങളും നിങ്ങളെ കാണും. അവനും അവന്റെ വർഗ്ഗങ്ങളും അനുയായികളും ചെയ്യും, നിങ്ങളെ കാണും. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റാത്ത ഭാഗത്തിലൂടെ. അവർ നിങ്ങളെ കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ കാണാൻ പറ്റില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതെങ്ങനെയാണ്, അവരുടെ ഒറിജിനൽ രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നാണ്. അപ്പൊ പിശാച് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും, അങ്ങനെയാണല്ലോ, പക്ഷെ നമ്മൾ കാണുന്നില്ല. ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ഒറിജിനൽ രൂപത്തിലല്ല, അങ്ങനെ കാണുന്നൊരു കുഴപ്പമില്ല. അപ്പൊ ജിന്നുകളെ കാണുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തന്റെ തുഹ്ഫത്തുൽ മുഹ്താജിൽ രേഖപ്പെടുത്തുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ. ഖാല ശാഫിഈ റളിയല്ലാഹു അൻഹു വമൻ സാമ അന്നഹു റആഹും ردت شهادته وعذر بمخالفته القرآن. وحمل بعضهم كلام الشافعي على رؤية صورهم التي خلقوا عليها. ولما عرف البيلاوي الجن في تفسير قل أوحي بنحو ما مر وفيه دليل على أنه صلى الله عليه وسلم رآهم ولم يقرأ عليهم، وإنما اتفق حضورهم في باب أوقات قراءته فسمعوها فأخبره الله تعالى بذلك، وكأنه لم يطلع على الأحاديث الصحيحة الكثيرة المصرحة برؤيته صلى الله عليه وسلم لهم وقراءة
وإشفاقه عليهم وسؤالهم منه الزاد لهم ولدوابهم على كيفيات مختلفة. ഇതൊരു ഖണ്ഡന മണ്ഡനം എന്താണ്? ഷാഫി റളിയല്ലാഹു അൻഹു വമൻ സഅമ അന്നഹു റആഹും റിദ്ദത്തു ഷഹാദത്തുഹു വഉസ്റ ലിമുഖാലഫത്തിൽ ഖുർആൻ. ഇമാം ഷാഫി തങ്ങൾ പറയുന്നത് ജിന്നുകളെ കണ്ടെന്ന് വാദിക്കുന്നത്, ഒരാൾ പറയാൻ ഞാൻ ജിന്നിനെ കണ്ടെന്ന് വാദിച്ചാൽ അത് ഖുർആനിന് എതിരായതുകൊണ്ട് അയാളുടെ സാക്ഷ്യം തള്ളപ്പെടേണ്ടതാണ്, അയാളെ സാക്ഷിയായി അംഗീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല ഉസ്റ അയാളെ ശിക്ഷിക്കപ്പെടുകയുമാണ് എന്നാണ് ഇമാം ഷാഫി തങ്ങളുടെ അഭിപ്രായം. ബാഹ്യമായിട്ട്. അപ്പൊ ഇനി അതിന് എന്ത് ചെയ്യണം? അതിന് ചില ന്യായീകരണങ്ങൾ, വ്യാഖ്യാനങ്ങളുണ്ട്. ഇമാം ഷാഫി തങ്ങളുടെ കലാമിനെ ചില ആളുകൾ എന്ത് ചെയ്ത് അന്ന് ചെയ്തിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? അലാ റുഇയത്തി സുവരിഹില്ലത്തി ഖുലിഖു അലൈഹ. ആ പറഞ്ഞ എന്താണ്? ജിന്നുകളെ യഥാർത്ഥ രൂപത്തിൽ, അതാണ് പറഞ്ഞത്, നമ്മളിപ്പോ പറഞ്ഞ വിഷയമല്ല. ജിന്നുകളെ യഥാർത്ഥ രൂപത്തിൽ കണ്ടു എന്നൊരാൾ വാദിച്ചാൽ അയാളുടെ സാക്ഷ്യം അംഗീകരിക്കാൻ പറ്റില്ല, അയാളെ ശിക്ഷിക്കപ്പെടണമെന്നാണ്. കാരണം അത് ഖുർആന്റെ അധ്യാപനത്തിനെതിരാണെന്നാണ്, അല്ലാതെ മറ്റൊരിടത്തിലാണെന്നല്ല. അപ്പൊ ജിന്നുകളുടെ യഥാർത്ഥ രൂപത്തിൽ അവരെ കാണാൻ സാധ്യമല്ല എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശമെന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. കേട്ടോ? ഇനി ولما عرف البيضاوي الجن في تفسير قل أوحي بنحو ما مر. سورة الجن آخر قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا. സൂറത്തുൽ ജിന്നിലെ ആ ആദ്യത്തെ വചനം വിശദീകരിച്ചെടുത്തു. ജിന്നുകളെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് ഇമാം ബൈലാനി തങ്ങൾ പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? وفيه دليل على أنه صلى الله عليه وسلم ما رآهم ولم يقرأ عليهم. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകളെ കണ്ടിട്ടില്ല, അവർക്ക് അവിടുന്ന് ഖുർആൻ ഓതി കൊടുത്തിട്ടില്ല. മനസ്സിലായോ? അതേ സമയത്ത് وإنما اتفق حضورهم في بعض أوقاته فسمعوها وأخبره الله تعالى بذلك. അതേ സമയത്ത് ചില സമയങ്ങളിൽ യാദൃശ്ചികമായി അവർ പങ്കെടുക്കുകയും അതുവഴി അവരെന്ത് ചെയ്യും? ഖുർആൻ ശ്രമിക്കുകയും ചെയ്ത കാര്യം പിന്നീട് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഈ വചനം കാണിക്കുന്നു എന്ന് ആര് പറഞ്ഞു? മഹാനായ ഇമാം ബൈലാനി തങ്ങൾ. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വകഅന്നഹു ലം യത്തലി അല ഹദീസ് സ്വഹീഹത്തുൽ കസീറത്തുൽ മുസറഹത്തു ബിറുയത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹും വഖറാഅത്തിഹി ലഹും വസുആലിഹിം മിൻ ഹുസാദ് ലഹും വദറാത്തിഹിം അലാ കൈഫിയാത്തിൻ മുഖ്തലിഫ. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകളെ കണ്ടിട്ടുണ്ട്, അവർക്ക് പ്രത്യേകം അവിടുന്ന് ഖുർആൻ ഓതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജിന്നുകൾ അവർക്കും അവരുടെ മൃഗങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണം ആവശ്യപ്പെട്ടതായും പരാമർശിക്കുന്ന നിരവധി ഹദീസുകൾ ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. അത് ഇമാം ബൈലാനി കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് ഖണ്ഡിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു തആല തഫ്സീറുൽ മുഹ്താജ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകളെ കണ്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്, അങ്ങോട്ട് ചെന്ന് ക്ലാസ് എടുത്ത് കൊടുത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് മറ്റു ചില സമയങ്ങളിൽ നബി തങ്ങൾ ഖുർആൻ ഓതുന്ന സമയത്ത്, നിസ്കരിക്കുന്ന സമയത്ത് ജിന്നുകൾ വന്നുകൊണ്ട് അതിൽ പങ്കെടുക്കുകയും അത് കേട്ടിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. ആ വിഷയം പിന്നീട് അല്ലാഹു തആല നബി തങ്ങൾക്ക് വഹി മുഖേന അറിയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഹദീസുകളിൽ വന്ന സംഭവം തന്നെയാണ്. ഇനി അപ്പൊ നേരത്തെ പറഞ്ഞതുകൊണ്ട് ജിന്നുകളെ മനുഷ്യന് ഒരു നിലയ്ക്കും കാണാൻ കഴിയില്ല എന്ന്, അല്ലെ? മനുഷ്യർക്ക് അവരെ കാണാൻ അസംഭവ്യമാണ് എന്നൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. അതേസമയത്ത് ജിന്നുകളെ അവരെ പടക്കപ്പെട്ട അതിന്റെ തനി ഒറിജിനൽ രൂപത്തിൽ കാണാൻ കഴിയില്ല എന്നേ ഉള്ളൂ. നമ്മൾ അവരെ കാണാത്ത മാർഗത്തിലൂടെ അവരെ നമ്മൾ കാണുന്നു എന്ന് പറഞ്ഞത് എന്താണ്? അവരെ കാണലും നമ്മിലേക്ക് അവർ രൂപാന്തപ്പെടലും അസംഭവ്യമാണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞാല് നമുക്ക് അവരെ കാണാം എപ്പോൾ? അവർ മനുഷ്യരൂപത്തിൽ രൂപാന്തരം പ്രാപിക്കുമ്പോൾ. അതിന് ഈ പറഞ്ഞ വിതരണികരല്ല. അപ്പൊ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അവരുടെ ഒറിജിനൽ രൂപത്തിലാണ്. മറ്റു രൂപങ്ങൾ പ്രാപിക്കുമ്പോൾ എന്ത് ചെയ്യാം? മനുഷ്യർക്ക് അവരെ കാണാം. അങ്ങനെ അവർ രൂപാന്തരം പ്രാപിക്കുന്നതിനും എന്തില്ല? തടസ്സമില്ല എന്നാണ് ഇമാം ബൈലാനി തന്നെ സൂറത്തുൽ ആറാഫിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളെ, മാത്രമല്ല
മാത്രമല്ല എന്ത് പിശാചുക്കളെ മനുഷ്യർക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്ന് പ്രസ്തുത സൂക്തം തെളിവാണ്, നേരത്തെ പറഞ്ഞ സൂക്തം തെളിവാണ് എന്ന് ജമഖ്ശരിയുടെ വാദം. ജമഖ്ശരി നമുക്കൊക്കെ അറിയാലോ, മുഅ്തസിലയിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹയ്യാൻ റഹ്മത്തുള്ളാഹി എഴുതുന്നു, തന്റെ ബഹറുൽ മുഹീത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ടെന്ന്. എന്താ പറയുന്നത്? വലാ ദലീല ഫിൽ ആയത്തി അലാ മാ ദക്കറ ലിഅന്നഹു തആല അസ്ബത അന്നഹും യറൗനനാ മിൻ ജിഹത്തി ലാ നറാഹും നഹ്നു ഫീഹാ വഹിയ അൽ ജിഹത്തു അല്ലത്തി യകൂനൂന ഫീഹാ അലാ അസ്ലി ഖിൽഖത്തിഹിം മിൻ അൽ അജ്സാമി ലത്തീഫ വലൗ അറാദ നഫിയ റുയത്തിനാ അലൽ ഉമൂമി ലം യതഖയ്യദ് بهذه الحيثية وكان يكون التركيب أنه يراكم هو وقبيله وأنتم لا ترونهم وأيضا فلو فرضنا أن في الآية دلالة لكان من العام المخصوص بالحديث المستفيض فيكونون مرئيين في بعض الصور لبعض الناس في بعض الأحيان. ജമഖ്ശരി വാദിച്ചത് പിശാചുക്കളെ മനുഷ്യർക്ക് ഒരു നിലക്കും കാണാൻ സാധിക്കില്ല എന്നാണ് മൂപ്പർ വാദിച്ചത്. അതെന്തല്ല, നേരത്തെ പറഞ്ഞ ആയത്ത് അതിന് തെളിവല്ല. ഏത് ഇന്നഹു യറാക്കും ഹുവ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും എന്ന ആയത്ത് അതിന് തെളിവല്ല. കാരണം എന്താണ്? നാം അവരെ കാണാത്ത ഭാഗത്തിലൂടെ അവർ നമ്മെ കാണുന്നു എന്നാണ്. അതെപ്പോഴാണ്? അത് അവരുടെ ഒറിജിനൽ രൂപത്തിൽ വരുമ്പോൾ അല്ലെ, അവരുടെ യഥാർത്ഥ രൂപത്തിൽ വരുമ്പോഴാണ് നാം അവരെ കാണാത്ത ഭാഗത്തിലൂടെ അവർ നമ്മെ കാണുന്നത്. അതല്ലാതെ ഒരു നിലയിലും നാം അവരെ കാണുകയില്ലെന്ന് അള്ളാഹു അവിടെ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഉപാധി വെക്കാതെ പറയേണ്ടി വരുന്നു. എന്ത്? ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും എന്ന ഉപാധി വെച്ചുകൊണ്ടുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയാത്ത ഭാഗത്തിലൂടെ എന്ന് പറഞ്ഞാൽ അവർ ഒറിജിനൽ രൂപത്തിലാകുമ്പോൾ നിങ്ങൾ അവരെ കാണാതെ അവർ നിങ്ങളെ കാണുന്നു. മനസ്സിലായില്ലേ? അവനും അവന്റെ വർഗവും നിങ്ങളെ കാണുന്നു, നിങ്ങൾ അവരെ കാണുകയില്ല ആ ഹൈസിയത്തിലൂടെ. അതെപ്പോഴാണ് അവരുടെ ഒറിജിനൽ രൂപത്തിൽ. അതേ സമയത്തോ മറ്റ് ആയത്ത് ഹദീസുകളുടെയും തഫ്സീറിന്റെയൊക്കെ ആ വ്യാഖ്യാനം അനുസരിച്ച് നോക്കുമ്പോൾ എന്ത് അല്ലാത്ത രൂപത്തിൽ അവർ മറ്റു രൂപങ്ങൾ പ്രാപിക്കുമ്പോൾ അത് കാണാൻ കഴിയുമെന്ന് തന്നെയാണ്. പിന്നെന്ത് ചെയ്യണം? ഈ പറഞ്ഞ വാദം നമ്മൾ അംഗീകരിച്ചാൽ തന്നെ അതെന്ത് ചെയ്യും? അങ്ങനെ ഒരു വാദം ശരിയാണ് എന്ന് നമ്മൾ അംഗീകരിച്ചാൽ പോലും അതെന്താണ്? മറ്റു മുസ്തഫീദായ ഹദീസുകൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ഒരു ആമ്മായ വചനം, ആമ്മായിട്ട് പറഞ്ഞതാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചില പ്രത്യേക രൂപങ്ങളിൽ കാണാം എന്ന് മറ്റുള്ള ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും സുഹൃത്തുക്കളെ. അതാണ് മഹാനായ ഇബ്നു ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ ബഹറുൽ മുഹീത്ത് രേഖപ്പെടുത്തുന്നത്. ഇനി എന്താണ്? മനുഷ്യർക്ക് പൊതുവെ മൊത്തത്തിൽ ജിന്നുകളെ കാണാൻ കഴിയില്ല, പിശാചുക്കളെ കാണാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ്? അല്ലാഹു തആല അതിനുള്ള ശക്തി നമുക്ക് നൽകാത്തത് കൊണ്ടാണ്. അല്ലെ? അവരെ സൃഷ്ടിച്ച പ്രത്യേക രൂപത്തിലാണ്. അവരെ കാണാനുള്ള ഒരു ഒരു കാഴ്ച ശക്തിയാനുള്ള ഒരു ശക്തി അല്ലാഹു നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ടാണ് മഹാനായ ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ അത് സംബന്ധിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൂടി വായിച്ചുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് തൽക്കാലം ഇന്ന് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഖാല അസ്ഹാബുനാ ഇന്നഹും യറൗനൽ ഇൻസ لأنه تعالى خلق في عيونهم إدراكا والإنس لا يرونهم لأنه تعالى لم يخلق هذا الإدراك في عيون الإنس. وقالت المعتزلة الوجه في أن الإنس لا يرون الجن رقة أجسام الجن ولطافتها، والوجه في رؤية الجن للإنس كثافة أجسام الجنس، والوجه في أن يرى بعض الجن بعضا أن الله تعالى يقوي شعاع أبصار الجن ويزيد فيه، ولو زاد الله في قوة أبصارنا لرأيناهم كما يرى بعضنا بعضا ولو أنه تعالى كثف أجسامهم وبقية أبصارنا على هذه الحالة لرأيناهم. فعلى هذا كون الإنس مبصرا للجن موقوف عند المعتزلة إما على زيادة كثافة أجسام الجن أو على زيادة قوة أبصار الإنس. നമ്മുടെ സഹാബ് പറയുകയാണെന്ന് പിശാചുക്കൾ മനുഷ്യരെ കാണുന്നത് അള്ളാഹുവിന്റെ കണ്ണുകളിൽ നിക്ഷേപിച്ച ഒരു ശക്തി കൊണ്ടാണ്. അല്ലെ? പിശാചുക്കൾ നമ്മളെ കാണുമെന്നാണ് പറയുന്നത്. അതെന്താണ്? അള്ളാഹു തആല അവരുടെ കണ്ണുകൾക്ക് അതിനുള്ള ശക്തി കൊടുത്തിട്ടുണ്ട്. അതേസമയത്ത് മനുഷ്യൻ അവരെ കാണാത്തത് മനുഷ്യർ അവരെ കാണാത്തത് പ്രസ്തുത ശക്തി മനുഷ്യരുടെ കണ്ണുകളിൽ അള്ളാഹു നിഷേധിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? വഖാലൽ മുഅ്തസിലത്ത് പറയാണെന്ത്? എന്താ പറയുന്നത്? ജിന്നുകളുടെ ശരീരങ്ങൾ വളരെ നേരിയതായതുകൊണ്ടാണ് മനുഷ്യർ ജിന്നുകളെ കാണാത്തത്.
അതേസമയത്ത് നേരെ തിരിച്ചോ വൽവതും ഫീ റുയത്തിൽ ജിന്നിൽ ഇൻസി കസാഫത്തു അജ്സാമിൽ ഇൻസി വൽവതും ഫീ അയ്റാബാനു ജിന്നിലാൻ അന്നല്ലാഹു തആല യുഖവി ശുആ അബ്സാരിൽ ജിന്നി വയസീദു ഫീഹി. അപ്പോ മനുഷ്യർക്ക് ജിന്നുകളെ കാണാൻ കഴിയാത്തത് ജിന്നുകളുടെ ശരീരങ്ങൾ നേരിയതായതുകൊണ്ടാണ്, മനുഷ്യ ശരീരം കട്ടിയുള്ളതുകൊണ്ടാണ് ജിന്നുകൾ മനുഷ്യനെ കാണുന്നതും എന്നാണ് അവരുടെ വാദം. പക്ഷെ അതല്ല യഥാർത്ഥം. ജിന്നുകളുടെ കണ്ണുകൾക്ക് മനുഷ്യരെ കാണാനുള്ള ശക്തി അല്ലാഹു കൊടുത്തു, മനുഷ്യന്റെ കണ്ണുകൾക്ക് ജിന്നുകളെ കാണാനുള്ള ശക്തി അല്ലാഹു കൊടുത്തിട്ടില്ല. അവിടെയാണ് വിഷയം. കണ്ടോ? എന്തുകൊണ്ട് ജിന്നുകൾ പരസ്പരം കാണുന്നത് എന്താ? ജിന്നുകളുടെ കാഴ്ചശക്തി അല്ലാഹു വർദ്ധിപ്പിച്ചതുകൊണ്ടാണ്. നമ്മുടെ കാഴ്ചശക്തി അല്ലാഹു എന്താണ് വർദ്ധിപ്പിച്ചു തരികയാണെങ്കിൽ നമുക്കും പരസ്പരം കാണുന്നത് പോലെ ജിന്നുകളെയും കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ തമ്മിൽ കാണാനുള്ള കാഴ്ചശക്തി നമുക്കുള്ളൂ, അതിനപ്പുറം ചിലത് കാണാൻ നമുക്ക് കഴിയുന്നില്ല. അത്രയും കഴിവ് നമ്മുടെ കണ്ണുകൾക്കുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ജിന്നുകളെ കാണാൻ കഴിയാത്തത്. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെ തുറന്നുകൊണ്ട് പറയാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ മുഅ്തസിലിയാക്കളുടെ നമ്മുടെ വാദം തമ്മിലുള്ള വ്യത്യാസം എന്താ? മുഅ്തസിലിയാക്കൾ പറയുന്നത് മനുഷ്യന്മാർ ജിന്നുകളെ കാണാത്തത് ജിന്നുകളുടെ ശരീരം നേർമയായതുകൊണ്ടാണ്, ജിന്നുകൾ മനുഷ്യരെ കാണുന്നത് മനുഷ്യരുടെ ശരീരം കട്ടിയുള്ളത് കൊണ്ടാണ്. പക്ഷേ അങ്ങനെയല്ല പറയുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ കണ്ണുകൾക്ക് ജിന്നുകളെ കാണാനുള്ള ശക്തി അല്ലാഹു കൊടുത്തിട്ടില്ല. ജിന്നുകളുടെ കണ്ണുകൾക്ക് കാഴ്ചശക്തി എന്താണ്? മനുഷ്യരെ കാണാനുള്ള ശക്തി കൊടുത്തിട്ടുണ്ട് എന്നാണ്. എന്തായാലും ആയിക്കോട്ടെ, ജിന്നുകളെ മനുഷ്യർക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ സാരം അത് അവരുടെ ഒറിജിനൽ രൂപത്തിൽ കാണാൻ കഴിയില്ല എന്നാണ്. മറ്റു രൂപം പ്രാപിക്കുമ്പോൾ കാണുന്നതിന് തടസ്സമില്ല, അവര് മറ്റു രൂപം പ്രാപിക്കുമെന്നതിനും തടസ്സമില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ആകെ ഹാസിൽ സുഹൃത്തുക്കളെ. അപ്പോ ഇൻഷാ അല്ലാഹ് ഈ വിഷയം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് സംബന്ധമായി ഒരു ക്ലാസ് കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടിവരും. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ജിന്നിനെ വിവാഹം കഴിക്കാം. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം. ജിന്നിനെ വിവാഹം കഴിക്കാൻ പറ്റുമോ? മനുഷ്യന് ജിന്ന് സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പറ്റുമോ? നല്ല കളിയായി നോക്കല്ലേ, ഒരു കൈ നോക്കല്ലേ. അതുപോലെ തന്നെ മനുഷ്യ പെണ്ണുങ്ങളെ ജിന്നിന്റെ പുരുഷന്മാർ വിവാഹം കഴിക്കുമോ? ജിന്നുകളെ പരസ്പരം വിവാഹം കഴിക്കുമോ? അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കാൻ മക്കളുണ്ടാവുകയും ചെയ്യുമോ? അതുപോലെ ജിന്നുകൾ എത്ര തരമുണ്ട്, ഏതൊക്കെ ഐറ്റംസാണ് ജിന്നുകളുള്ളത്, ജിന്നുകൾ രൂപാന്തരം പ്രാപിക്കുന്ന ഏതൊക്കെ രൂപത്തിൽ ജിന്നുകൾ രൂപാന്തരം പ്രാപിക്കും എന്ന് തുടങ്ങിയുള്ള വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. തൽക്കാലം ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ അമലായി നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അതേസമയത്ത് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ആരെങ്കിലും അറിയുന്ന പണ്ഡിതന്മാരുടെ ഉസ്താദുമാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണമെന്ന് കൂടി വളരെ വിനീതമായി ഉണർത്തുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ നമ്മളൊന്നും അർഹരല്ല, പ്രത്യേകിച്ച് വിനീതനായ ഞാൻ. പക്ഷേ വിഷയത്തെക്കുറിച്ച് ചെറുതായി ഇങ്ങനെ ഒന്ന് ഒരു അന്വേഷണം നടത്തി കുറച്ച് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നിങ്ങളുമായി പങ്കുവച്ചു തന്നേ ഉള്ളൂ. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇത്രയും സമയം അൽഹംദുലില്ലാഹ് ഏകദേശം 1.5 മണിക്കൂറായി വളരെ ക്ഷമയോടുകൂടി ധാരാളം ആളുകൾ കേട്ടിരുന്നു. വിഷയത്തിന്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടായിരിക്കാം. കാരണം എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ടല്ലോ, ഇതെന്താ സംഭവം എന്നുള്ളത്. ഇനി അടുത്തത് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ള ആകാംക്ഷയുള്ള വിഷയം കല്യാണം കഴിക്കുന്ന വിഷയമായതുകൊണ്ട് കുറച്ചുകൂടി എന്തായാലും ആളുകൾ ഉണ്ടാകും. ഏതായാലും ഇന്നുള്ളവർ അന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് നാളെ വ്യാഴാഴ്ചയില്ല, നാളെ നമുക്ക് നടക്കില്ല. നാളെ നമ്മുടെ ദുആ മജ്‌ലിസൊക്കെ കൂടി ഉള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വെള്ളി അല്ലെങ്കിൽ ശനിയാഴ്ച ഇൻഷാ അല്ലാഹ് നോക്കാം. ശനിയാഴ്ചയും ചിലപ്പോൾ നടന്നു കൊള്ളണമെന്നില്ല. ഏതായാലും ക്ലാസ് ഉള്ള ദിവസം നേരത്തെ പകൽ സമയത്ത് തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അറിയിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ അറിവുകൾ സമ്പാദിക്കാൻ, അറിവിന്റെ മേഖലകൾ അന്വേഷിച്ച് കണ്ടെത്തി മനസ്സിലാക്കാൻ പഠിക്കാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മഹത്തായ ക്ലാസ് റൂമിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന എല്ലാ നല്ല കൂട്ടുകാർക്കും അല്ലാഹു ഇരുലോകത്തും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവർക്കും സന്തോഷം, നന്ദി രേഖപ്പെടുത്തി തൽക്കാലം വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമ്മുടെ നൈറ്റ് എഡിഷൻ ന്യൂസിന്റെ